UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ. UDF അധികാരത്തിൽ വന്നാൽ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക? ജമാഅത്തെ ഇസ്ലാമിയോ അവർ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷിയോ UDFന്റെ ഭാഗമല്ല. മുൻപ് LDFനെ പിന്തുണച്ചിരുന്നത് പോലെ ഇപ്പോൾ അവർ UDFനെ പിന്തുണയ്ക്കുന്നു എന്ന് മാത്രം. UDF അധികാരത്തിലിരിക്കുമ്പോൾ കോൺഗ്രസ് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാറ്. UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്നും മാറാട് മോഡലിൽ കലാപമുണ്ടാകും എന്നും പറയുന്നത് ഒരു വസ്തുതയുമില്ലാത്ത പച്ചവെള്ളത്തെ തീപിടിപ്പിക്കുന്ന വർഗീയതയാണ്. അതൊരു ഡോഗ് വിസിൽ കൂടിയാണ്. അയ്യോ, ഇവിടെ മുസ്ലിം ഭരണം വരാൻ പോകുന്നേ, ഹിന്ദുക്കളെ നിങ്ങൾ ഒരുമിക്കൂ എന്നാണ് അത് പറയുന്നത്. CPMനോടുള്ള ചോദ്യം, നിങ്ങൾ ഈ വർഗീയ കാർഡ് ഇറക്കിയാണോ വോട്ട് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ്. കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് അമിത്ഷാ 2017 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഗുജറാത്ത് മോഡൽ ഭൂരിപക്ഷ ഏകീകരണം കേരളത്തിൽ ചിലവാകുമോ? കേരളത്തിലെ വോട്ടർമാരെ അത്ര ചെറുതാക്കി കാണിക്കേണ്ടതുണ്ടോ? ചർച്ചയിൽ ശ്രീ P. ജയരാജൻ, മുതിർന്ന CPM നേതാവ്, ഷിബു മീരാൻ, മുസ്ലിം ലീഗ് ശങ്കുട്ടി ദാസ്, BJP A. സജീവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവർ. ആദ്യം ശ്രീ P. ജയരാജൻ, കേരളത്തിൽ BJP പോലും പറയാത്തതാണ് ഇപ്പോൾ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല കോൺഗ്രസും മുസ്ലിം ലീഗും ഇതര UDF ഘടക കക്ഷികളും ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിലൊരു മുസ്ലിം രാജ് വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ പോകുന്നത്? അഭിലാഷേ, ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ലീഗുമൊക്കെ ഈ നാട്ടിൽ പ്രചരിപ്പിച്ച കാര്യം എന്തായിരുന്നു? മുണ്ടുടുത്ത മോഡിയാണ് പിണറായി വിജയൻ. പിണറായി വിജയനും RSS BJPയും തമ്മിൽ ഡീലുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ പ്രചരണം? ആ പ്രചരണം നടത്തിയത് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിലുമുള്ള മതനിരപേക്ഷവാദികളെ വഴിതെറ്റിക്കാനുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ AK ബാലൻ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ പഴയ അനുഭവങ്ങൾ വെച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിലെന്താ തെറ്റുള്ളത്? അത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടല്ല, പിന്നെയോ അല്ല, മതനിരപേക്ഷ സമൂഹത്തെ സമൂഹത്തെ ജാഗ്രതപ്പെടുത്തേണ്ട ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. മുമ്പ് UDF പറയുന്നത് കേൾക്കുന്നില്ല. മുമ്പ് UDF ഭരിച്ചപ്പോഴൊക്കെ ജമാഅത്തെ ഇസ്ലാമിയാണോ ആഭ്യന്തരം ഭരിച്ചത്? അതെ. അല്ലല്ല, ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പരസ്യമായിട്ട് UDFനെ അനുകൂലിച്ചുകൊണ്ടും വന്നു എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, പഴയ ജമാഅത്തെ ഇസ്ലാമി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വന്നത് അഭിലാഷിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? അപ്പോൾ മതരാഷ്ട്രവാദികളെ വെള്ളപൂശി കേരളത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിൻ്റെ ശ്രമമുണ്ട്, ലീഗിൻ്റെ ശ്രമമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിന് വെളിയിലുള്ള ഈ UDFലെ പാർട്ടികൾക്ക് എങ്ങനെയെങ്കിലും കേരളത്തിൽ അധികാരത്തിൽ വരണം. അതുകൊണ്ട് കേരളത്തിൻ്റെ മതനിരപേക്ഷ യശസ് തകർത്തിട്ടാലും തരക്കേടില്ല, തങ്ങൾക്ക് അധികാരത്തിൽ വരണം. ഇതാണ് അവരുടെ അജണ്ട. നിങ്ങൾ നോക്കൂ, ഈ 9.5 വർഷക്കാലം കഴിഞ്ഞല്ലോ ഇപ്പോൾ പിണറായിയുടെ ഭരണം വന്നതിന് ശേഷം. അതിനു മുമ്പ് എന്തായിരുന്നു UDFൻ്റെ ഭരണകാലത്തെ സ്ഥിതി? AK ആൻ്റണി മുഖ്യമന്ത്രിയായിട്ടുള്ള ഘട്ടത്തിലാണ് മാറാട് കലാപമുണ്ടായത്. ഒരു ഠാവട്ടം പ്രദേശത്ത്, ഒരു കടപ്പുറത്ത് പുതുവർഷ പുലരിയോടനുബന്ധിച്ചുള്ള ആഘോഷത്തിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയല്ലോ. RSS ഒരു ഭാഗത്ത്, NDFും ലീഗും മറുഭാഗത്ത്. അന്ന് NDF ആണ്. അപ്പോൾ പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി. അപ്പോൾ ഒരു ഭാഗത്ത് ഹിന്ദുത്വ തീവ്രവാദികൾ, അപ്പുറത്ത് മുസ്ലിം തീവ്രവാദികൾ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ള സ്ഥലമായിരുന്നല്ലോ മാറാട്. അല്പമാസങ്ങൾക്ക് ശേഷം അതിന് പ്രതികാരം നടത്തി കടപ്പുറത്ത് കാറ്റുകൊള്ളിരിക്കുകയായിരുന്ന 9 പേരെയാണ് വാൾ വീശി കശാപ്പ് ചെയ്തത്. 9, 5, 14. ആര് ഭരിക്കുന്ന കാലത്ത്? ആദർശധീരനാണ് എന്ന് മനോരമയും മാതൃഭൂമിയും മറ്റും ചിത്രീകരിക്കുന്ന AK ആൻ്റണിയുടെ ഭരണകാലത്ത്, കുഞ്ഞാലിക്കുട്ടി ഭരണകക്ഷിയായി ഭരിക്കുന്ന കാലത്ത് ഈ മാറാട് കലാപം നമുക്ക് മറക്കാനായോ? അല്ല, ശ്രീ P. ജയരാജൻ, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇപ്പോ മാറാട് കലാപം ഓർമ്മിപ്പിക്കേണ്ട എന്ത് രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്? പൂർത്തീകരിക്കട്ടെ. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാറാട് ഓർമ്മിപ്പിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം എന്താണ്? 23 കൊല്ലം മുമ്പ് നടന്നതാണ്. അത് കഴിഞ്ഞ് എത്ര തെരഞ്ഞെടുപ്പ് വന്നു? 2006 തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട വിഷയമായിരുന്നില്ല.
2011-ലായിരുന്നില്ല, 2016-ലായിരുന്നില്ല, 2021-ലായിരുന്നില്ല. 23 കൊല്ലം കഴിഞ്ഞ് മാറാട് എന്തുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി CPM ഉന്നയിക്കുന്നത്? അത് എന്തുകൊണ്ടാണെന്നറിയോ? അത് ഓർമ്മിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം ഈ കേരളത്തിൽ 2010 ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ. അഭിലാഷിന് ഓർമ്മയുണ്ടോ? അത് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനെ ജോസഫ് മാഷെ ഭരിക്കുമ്പോ ആ കൈവെട്ട് സംഭവത്തെ തുടർന്ന് അല്ല ആര് ഭരിക്കുന്ന കാലത്തായാലും കൈവെട്ട് സംഭവം നടന്നതിനെ തുടർന്ന് അതിനെ ആരാ പ്രോത്സാഹിപ്പിച്ചത്? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം പത്രം. നിഷേധിക്കാനും കഴിയുമോ? അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് കോട്ടക്കലിൽ ഒരു യോഗം വിളിച്ചു, മതസംഘടനാ യോഗം. എന്തേ ജമാഅത്തെ ഇസ്ലാമിയെ ഒഴിവാക്കി നിർത്തിയത്? ഇവിടെ AK ബാലനും CPM മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇടപെട്ടിട്ടുള്ളത്. മുമ്പ് ലീഗ് ഇടപെട്ടിട്ടുണ്ടല്ലോ. തൊടുപുഴ സംഭവത്തെ തുടർന്ന്, കൈവെട്ട് സംഭവത്തെ തുടർന്ന് മതസംഘടനാ യോഗം വിളിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ഒഴിവാക്കി നിർത്തി. ലീഗ് പത്രമായിട്ടുള്ള ചന്ദ്രികയും മാധ്യമവും ഏറ്റുമുട്ടി. മാധ്യമത്തിൽ C. ദാവൂദ് എഴുതിയിട്ടുള്ള ലേഖനമുണ്ട്. ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് എന്താണെന്നറിയോ? തീവ്രവാദത്തിനെതിരായിട്ടുള്ള കോട്ടക്കൽ കഷായം. ലീഗിനെ പരിഹസിച്ചുകൊണ്ടാണ്. അപ്പോൾ തീവ്രവാദ ശക്തിയാണ് എന്ന് ലീഗിന് പോലും അന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ലീഗിനെ ഒഴിവാക്കി നിർത്തി. ജമാഅത്തെ ഇസ്ലാമി ഒഴിവാക്കി നിർത്തി. ആ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ സതീശൻ പറയുന്നുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ മതരാഷ്ട്ര സങ്കല്പമെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു, മൗദൂദിയുടെ നിലപാട് അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ 2025, ഇത് 2026 ജനുവരി മാസമല്ലേ, 2025 ഏപ്രിൽ മാസത്തിൽ എൻ്റെ കോഴിക്കോട് കരിപ്പൂരിലേക്കുള്ള എയർപോർട്ട് മാർച്ചിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ബാനർ വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ട് ആരെ കൊണ്ടുവന്നത്? മോദിയാ, BJP ആണ്. ആ BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത കേരളത്തിൽ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തി. എന്തിന്? വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ട്. ആര്? ജമാഅത്തെ ഇസ്ലാമിക്കാർ. ആ പിടിച്ചിട്ടുള്ള ബാനറിൽ 2 ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരുടേതാ. നിങ്ങൾ നോക്കൂ, ഈ കേരളം ചെന്നകപ്പെടുന്ന ഭീതിതമായിട്ടുള്ള അന്തരീക്ഷത്തെ ഓർമ്മിപ്പിക്കുന്നത് തെറ്റാണോ? ആരുടെ ഫോട്ടോ ആണ് വെച്ചത്? ലീഗുകാർ പറയട്ടെ. ആ ഫോട്ടോ ഈജിപ്തിലെ ഒരു തീവ്രവാദിയുടെ ഫോട്ടോ. ബന്നയുടെയും ഫോട്ടോ വെച്ചിട്ട് മോദി ഭരണത്തിനെതിരായിട്ട് ഇസ്ലാമിസ്റ്റ് ബിംബങ്ങളെ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ 2004 ബിംബമൊന്നുമല്ല. അല്ല, 2004 ഒരു കാര്യം ഓർക്കാണ്. 2004 ഇസ്ലാമിസ്റ്റ് ബിംബമൊന്നുമല്ല. നിങ്ങൾ നോക്കൂ, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ 2 പ്രധാനപ്പെട്ട പേരുകാർ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ, അവരുടെ ഐക്കൺസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഒരൊറ്റ ചരിത്രം ഓർമ്മിച്ചോടെ. ശ്രീ P. ജയരാജൻ 2004 നിങ്ങൾ 18 സീറ്റ് ജയിക്കുന്ന തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ തെരഞ്ഞെടുപ്പിൽ LDFന് വേണ്ടി സംസ്ഥാന വ്യാപകമായി ദേശാഭിമാനിയുടെ ബാക്ക് കവർ മുഴുവനായിട്ട് അടിച്ചിട്ടുള്ള ഒരു LDFന്റെ പോസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു പ്രചരണ പോസ്റ്റർ ഉണ്ടായിരുന്നു. അതിൽ 2 പേരുടെ വലിയ പടം ഉണ്ടായിരുന്നു. ഷെയ്ഖ് അഹമ്മദ് യാസിന്റെയും അബ്ദുൽ അസീസ് റണ്ടീസിയുടെയും. 2 പേരും ഹമാസിന്റെ തലവന്മാരായിരുന്നു. ഇസ്രായേൽ അടുപ്പിച്ചടുപ്പിച്ച് കൊന്നുകളഞ്ഞ, ഹമാസിനെ സൃഷ്ടിച്ച, ഹമാസിന്റെ രൂപീകരണത്തിന് നേതൃത്വം വഹിച്ച ആളുടെ ഷെയ്ഖ് അഹമ്മദ് യാസിന്റെ പടം നിങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് വേണ്ടി സദ്ദാം ഹുസൈന്റെ പടം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിച്ച പ്രശ്നം. ഞങ്ങളാണെങ്കിൽ ഹലാൽ, അവരാണെങ്കിൽ ഹറാം. കേട്ടോ അഭിലാഷേ, ഇതൊന്നും ഞാൻ ഉന്നയിച്ച വാദത്തിന് മറുവാദമാവില്ല. അല്ല, നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥികളെ പിന്തുണച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. VD സതീശനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ ലക്ഷ്യമെല്ലാം മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന അവസരത്തിൽ ഈ 2025 ഏപ്രിൽ മാസത്തിൽ കരിപ്പൂരിലേക്ക് വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ട് എയർപോർട്ട് മാർച്ച് നടത്തിയപ്പോൾ അവിടുത്തെ ഈജിപ്തിലെ സെക്യുലർ ഗവൺമെൻറ്റിനെതിരായിട്ട് കലാപം നടത്തിയതിൻ്റെ പേരിൽ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നിട്ടുള്ള സയ്യിദ് കുത്തൂബിൻ്റെ ഫോട്ടോ വെച്ചിട്ട് പ്രചരണം നടത്തുന്നതിൽ എന്താണ് പ്രസക്തി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രാഷ്ട്രീയമല്ലേ ശ്രീ? അവിടെ ഇറാഖിലെ മാത്രമല്ല, ഇപ്പൊ വെനിസ്വേലയുടെ അവസാനിപ്പിക്കാൻ അനുവദിക്കൂ. അല്ല, സദ്ദാം ഹുസൈൻ ഇറാഖിലെ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നുകളഞ്ഞ നീചനായിരുന്നില്ലേ? അവസാനിപ്പിക്കാൻ ഉപയോഗിച്ചത് ആരാണ്? മര്യാദ കാണിക്കണം അഭിലാഷേ. അല്ല, അങ്ങയോട് ചോദ്യമാണ്. അതെ,
സദ്ദാം ഹുസൈൻ ആരായിരുന്നു? സദ്ദാം ഹുസൈൻ ഇറാഖിലെ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നിട്ടില്ലേ? എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ അടുക്ക് മറുപടി ഉണ്ട്. പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തോക്കുകേരി വെടിവെക്കല്ല. ശരി ശരി, ഞാൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ലക്ഷ്യമെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു, മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഈജിപ്തിലെ സെക്കുലർ ഗവൺമെന്റിനെതിരായിട്ട് കലാപം നടത്തിയിട്ട് അവിടുത്തെ ഗവൺമെന്റ് വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നിട്ടുള്ള ഒരു തീവ്രവാദിയുടെ ഫോട്ടോ വെക്കുന്നു. അവിടെ കലാപത്തിനിടയിൽ കൊല്ലപ്പെട്ട മറ്റൊരു തീവ്രവാദിയുടെ ഫോട്ടോ വെക്കുന്നു. എന്താണ് ഇതിൻ്റെ പ്രസക്തി? രാജ്യത്തിലെ ദേശീയ നേതാക്കന്മാരായിട്ടുള്ള ഒട്ടനവധി മുസ്ലിം നേതാക്കന്മാരുണ്ട്. അവരുടെ ഫോട്ടോ വെച്ചാൽ മനസ്സിലാക്കാം. അത് ഏപ്രിൽ മാസത്തിലാണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ മലപ്പുറത്ത് സോളിഡാരിറ്റി നടത്തിയിട്ടുള്ള സെമിനാറിലെ വിഷയം എന്തായിരുന്നു? അബ്ദുള്ള മൗദൂദിയുടെ ഇസ്ലാമിക ദർശനം പഠിപ്പിക്കണം, അല്ലേ? ആരാ മൗദൂദി? ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുന്നത് പോലും ഇസ്ലാമികൾക്ക് ഇസ്ലാം വിശ്വാസികൾക്ക് അത് ഹറാമാണ് എന്ന് പ്രചരിപ്പിച്ചിട്ടുള്ള മൗദൂദി സ്വാതന്ത്ര്യം കിട്ടിയ അവസരത്തിൽ ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് തൻ്റെ പൃഷ്ഠത്തിലെ പൊടിയും തട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുള്ള മൗദൂദി അവിടെ പോയിട്ട് അഹമ്മദിയ വിരുദ്ധ കലാപം നടത്തി. അഹമ്മദിയ വിഭാഗത്തിനെതിരായിട്ട് കലാപം നടത്തി. ആ 1953 ആ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള ജസ്റ്റിസ് മുനീർ കമ്മീഷന്റെ മുമ്പാകെ മൗദൂദി കൊടുത്തിട്ടുള്ള മൊഴിയുണ്ട്. ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങൾ ഇവിടെ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയും ഇവിടെ മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്താൽ ഇന്ത്യയിൽ ഇവിടെ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്താൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ രണ്ടാം പൗരന്മാരായിട്ട് ജീവിക്കേണ്ടി വരില്ലേ എന്ന ചോദ്യത്തിന്, ജസ്റ്റിസ് മുനീർ ചോദിച്ച ചോദ്യത്തിന് മൗദൂദി പറഞ്ഞ മറുപടി അതിന് എനിക്ക് വിഷമമില്ലാന്ന്. ശരി, അപ്പൊ ഇങ്ങനെ ചിന്തിക്കുക. ഇതാണ് മൗദൂദി, ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. ഇപ്പൊ ബംഗ്ലാദേശ്, നമ്മുടെ അയൽപ്രദേശമായിട്ടുള്ള ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആരാ? മുസ്ലിങ്ങൾക്കെതിരായിട്ട് തന്നെ ആക്രമണം നടത്തുന്ന തീവ്രവാദ ശക്തി, അവിടുത്തെ വർഗീയമായിട്ടുള്ള സംഘർഷം വർദ്ധിപ്പിക്കുന്ന ഒരു ശക്തി, അതാ ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണം കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മാറാട് ആവർത്തിക്കും, കാസർഗോഡ് ആവർത്തിക്കും, തലശ്ശേരി ആവർത്തിക്കും. അതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അവരുടെ പിന്തുണ അവര് പ്രത്യക്ഷമായിട്ട് അവര് UDF വോട്ട് ചെയ്യുക മാത്രമല്ല, ഇപ്പോൾ പലയിടത്തും പ്രത്യക്ഷമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടായി രൂപപ്പെട്ടിരിക്കുകയാണ്. അത്തരമൊരു കൂട്ടുകെട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭരണം വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയും അതിനെ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം തീവ്രവാദ ശക്തികളും ആ ഭരണത്തിൽ ഇടപെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാഹചര്യത്തിലേക്കാണ് കേരളം പറഞ്ഞത്. അതൊരു രാഷ്ട്രീയ ലൈനാണ്, അല്ലാതെ AK ബാലൻ ഒരു സ്ലിപ്പ് ഓഫ് ടങ് വന്നതല്ല, അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ല എന്ന് ഞാൻ മനസ്സിലാക്കാം സ്വാഭാവികമായും. ശ്രീ ഷിബു മീരാൻ, ഇതാണ് LDF മുന്നോട്ട് വെക്കുന്ന കാര്യം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നത്തിന് മുതൽ മൗലാന മൗദൂദി എഴുതി വെച്ചിരിക്കുന്നതോ പറഞ്ഞിരിക്കുന്നതോ ആയ കാര്യങ്ങൾക്ക് വരെ, മുനീർ കമ്മീഷന്റെ റിപ്പോർട്ടിന് വരെ സമാധാനം പറയേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണോ പോകുന്നത്? അപ്പോൾ കേവലം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുക മാത്രമല്ല, UDF കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ വർഗീയ കലാപം ഉണ്ടാകും, AK ആന്റണിയുടെ കാലത്തുണ്ടായതുപോലെ എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അഭിലാഷ്, നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഒരു സവിശേഷത പാവപ്പെട്ട മനുഷ്യരുടെ വിശപ്പ്, അവരുടെ തൊഴിലില്ലായ്മ, സമൂഹത്തിന്റെ ഒരു വല്ലാത്ത ഒഴുക്കിൽ മാറ്റി നിർത്തപ്പെട്ടു പോകുന്ന എല്ലാ മനുഷ്യരുടെയും ശബ്ദം മുഖ്യധാരയിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു അവസരം എന്ന നിലക്കാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ ഞങ്ങളും നിങ്ങളും ഒക്കെ ജനാധിപത്യത്തിന്റെ ഉത്സവകാലം എന്ന് വിളിക്കാറുള്ളത്. ഇനി രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ സംവാദങ്ങളിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് രാജ്യത്തെ മറ്റിടങ്ങളിൽ നിന്ന് വളരെ ഉയർന്ന നിലവാരം നമ്മൾ കേരളത്തിൽ എല്ലാ കാലത്തും കാത്തു സൂക്ഷിച്ചിരുന്നു എന്നതാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു രോഗം, രാജ്യം മുഴുവൻ പടർന്നു പിടിച്ച ഒരു രോഗം അപ്രതീക്ഷിതമായി അമ്പരപ്പിച്ചുകൊണ്ട് കേരളത്തെ ഇടതുപക്ഷത്തെ പിടികൂടുന്നു എന്നാണ്. ഇപ്പം ആസാം, അവിടെ ഒരു വീഡിയോ കണ്ടത് ഒരു ഇറച്ചിവെട്ടുകാരനിൽ തുടങ്ങുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ അവിടുത്തെ വിമാനത്താവളം, അവിടുത്തെ ഉദ്യാനം, എല്ലായിടത്തും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരെന്ന് തിരിച്ചറിയുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ച ആളുകളെ കാണുന്നു. എന്നിട്ട് ആ വീഡിയോ ഇങ്ങനെ അവസാനിക്കുന്നു: കോൺഗ്രസ് വീണ്ടും ആസാം അധികാരത്തിൽ വന്നാൽ നിങ്ങൾ എവിടെ നോക്കിയാലും ഇവരെ കാണൂ എന്ന് പറഞ്ഞു.
അവിടെ ഒരു വാക്ക് കടന്നു വരുന്നുണ്ട്. ആ വാക്ക് ഗുസ്പേഡിയ എന്നതാണ്. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഇപ്പോഴും നാമമാത്രമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ നേർക്ക് നേരെ ഒരു സമുദായത്തെ അങ്ങോട്ട് പച്ചയ്ക്ക് പറയാൻ ചില പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് BJP കോയിൻസൈഡ് ചെയ്തൊരു വാക്കാണ് ഗുസ്പേഡിയ, ഇൻഫിൽട്രേറ്റേഴ്സ്, നുഴഞ്ഞുകയറ്റക്കാർ. മോദി മുതൽ കവലപ്രസംഗം നടത്തുന്ന BJP-ക്കാർ വരെ ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ അത് ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. കേരളത്തിലും തരാതരം പോലെ അവരത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ CPM കടുത്ത ഇസ്ലാമോഫോബിക്കായ ക്യാമ്പയിനുകളിലേക്ക് പോകാൻ ജമാഅത്തെ ഇസ്ലാമി എന്നൊരു വടിയെടുക്കുന്നു. അടി വീഴുന്നത് ആരുടെ പുറത്താണ് എന്ന് കേരളത്തിന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് എന്നാണ്. ഇവിടെ ഇപ്പൊ അദ്ദേഹം കുറെ ചരിത്രം പറഞ്ഞല്ലോ. 2010 കൈവെട്ടിയത്രേ, ലീഗ് യോഗം വിളിച്ചത്രേ. അപ്പൊ സി ദാവൂദ് മറുപടി ആരവിടെ നിഷേധിച്ചത്? ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾക്കുള്ള ഐഡിയോളജിക്കലായ ഒരു അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ ഈ സമയം അടിയറ വെച്ചിട്ടില്ല. ഈ 2010 ഈ കൈവെട്ട് നടക്കുമ്പോൾ ഞങ്ങൾ അവരില്ലാതെ യോഗം വിളിക്കുമ്പോൾ അവരെവിടെയായിരുന്നു എന്ന് സഖാവ് ജയരാജന് ഓർമ്മയുണ്ടോ? 2006 മുതൽ 2011 വരെ ഈ കേരളം ഭരിക്കുന്നത് സഖാവെ CPM ആണ്, VS അച്യുതാനന്ദൻ ഗവൺമെന്റ് ആണ്. 2006 140 മണ്ഡലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയതിന്റെ നന്ദി സൂചകമായി പാഠപുസ്തകം പരിഷ്കരിക്കുന്ന കമ്മിറ്റിയിലും ഹജ്ജിന്റെ കമ്മിറ്റിയിലും വഖഫിന്റെ കമ്മിറ്റിയിലും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സമിതി അംഗങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പിന്തുണച്ചിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് നറേറ്റീവായി മാറാട് കലാപത്തിന്റെ കാര്യം ആദ്യം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. മാറാട് കലാപത്തിന്റെ കാര്യം ഇവിടെ ഇപ്പോൾ കൃത്യമായി CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള AK ബാലൻ പറയുന്നു. ആ മാറാട് കലാപം P ജയരാജൻ ഓർമ്മിപ്പിക്കുന്നു. 24 വർഷമായി, 23-24 വർഷമായി. പക്ഷേ ആ മാറാട് കലാപം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെൻട്രൽ സ്റ്റേജിലേക്ക് വരുന്നത് അത് മറുപടി പറഞ്ഞു പോകേണ്ടി വരുന്ന വിഷയമായി നിങ്ങൾക്ക് വന്ന് ഭവിക്കില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ അതിലേക്ക് വരികയാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പൊള്ളുന്ന ചൂടേറ്റപ്പോൾ ചുവപ്പ് കാവിയായതാണ്. പിന്നെ അഭിലാഷ്, മാറാട് കലാപമടക്കം തലശ്ശേരി കലാപമടക്കം കേരളത്തിന്റെ ഇന്നലകളിൽ ദൗർഭാഗ്യകരമായ അത്തരം സംഭവങ്ങളുണ്ട്. ആ മുറിവുകൾ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിൽ കുത്തിപ്പഴിപ്പിച്ച രോഗത്തിന്റെ പേരാണ് ഞാനിപ്പോ പറഞ്ഞു വെച്ചത്. ഇവര് സംഘപരിവാറിനെ തോൽപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ പയറ്റാൻ തീരുമാനിച്ചു. ഈ പറയുന്ന ആളുണ്ടല്ലോ സഖാവ് AK ബാലൻ, നമ്മൾ മനസ്സിലാക്കണം. 2017 ഇദ്ദേഹം PS ശ്രീധരൻപിള്ളയുടെ 5 പുസ്തകങ്ങളുടെ ഒരു പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. അന്ന് ഇദ്ദേഹം കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ PS ശ്രീധരൻപിള്ളയും താനും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ SFIയും ABVPയും ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. അന്ന് ബാലൻ സഖാവ് ഒരു കാര്യം പറഞ്ഞു, വേണ്ടി വന്നാൽ ഇനിയും ഞങ്ങൾ അത് ചെയ്യുമെന്ന് 2017 അദ്ദേഹം പറഞ്ഞിരുന്നു. അന്ന് ആ പറച്ചിൽ ഞങ്ങളൊരു ടങ് സ്ലിപ്പായിട്ടാണ് കണ്ടത്. കരുതി കൂട്ടിയുള്ള നേരത്തെ ഉള്ള ഒരു പ്രഖ്യാപനമായിരുന്നു എന്ന് ഇപ്പോ സഖാവ് AK ബാലന്റെയും P ജയരാജന്റെയും ഈ വാക്കുകൾ കേൾക്കുമ്പോഴാണ് ബോധ്യമാകുന്നത്. ഒരു ഒളിയും മറയുമില്ലാതെ സംഘപരിവാറിനെ തോൽപ്പിക്കുന്ന വിധത്തിൽ ഇവര് വിദ്വേഷ രാഷ്ട്രീയം പയറ്റുന്നു എന്നതിന്റെ തെളിവാണിത്. ഇതും BJP-യുടെ സൂക്കാണെന്ന്. നിങ്ങൾ ഭീവണ്ടിയിലെ കലാപം ഓർക്ക്, നിങ്ങൾ ഭഗൽപൂരിലെ കലാപം ഓർക്ക്, പണ്ട് കാലത്ത് പള്ളി മുറിച്ചവർക്ക് ഈ ചരിത്രത്തിലേക്ക് ഇങ്ങനെ കുടിച്ചു പോയി ഈ മുറിവുകൾ വലിച്ചു പുറത്തിട്ട് രക്തവും ചലവും ഭക്ഷിക്കുന്ന സംഘപരിവാറിന്റെ വിഷമാവ് നേതാക്കളുടെ ചുണ്ടിൽ കാണുമ്പോൾ ഞങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്ത് നമ്മുടെ ഈ രാജ്യത്തെ കുറിച്ചുള്ള വലിയ ഭയം തോന്നുകയാണ് സഖാവ് ജയരാജൻ. വലിയ ആശങ്ക തോന്നുകയാണ്. തെരഞ്ഞെടുപ്പ് നടന്നേക്കാം, നിങ്ങളോ ഞങ്ങളോ ജയിച്ചേക്കാം, പക്ഷേ ഉത്തരേന്ത്യ പോലെ ആകാതെ പ്രിയപ്പെട്ട മലയാള നാടിനെ ബാക്കി വെക്കാനുള്ള കാരുണ്യം നിങ്ങൾ കാണിക്കണം എന്ന് ഞാൻ വളരെ വിനയത്തോടെ പോലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനോട് ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം. ഞാനൊരു 20 മിനിറ്റ് മുൻപ് കാണുന്ന ഒരു വാർത്ത, ജയരാജൻ സഖാവ് ന്യായീകരിക്കുന്ന AK ബാലന്റെ ആ പ്രസ്താവനയെ ഇടതുപക്ഷത്തിന്റെ ഒറ്റ മിനിറ്റ് ഇടതുപക്ഷത്തിന്റെ കൺവീനർ TP രാമകൃഷ്ണൻ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്നൊരു വാർത്ത വരുന്നുണ്ട്. ചർച്ചയ്ക്കിടയ്ക്ക് ജയരാജൻ സഖാവ് അതുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് ഈ AK ബാലന്റെ പ്രസ്താവനയെ ന്യായീകരിക്കാൻ ഇറങ്ങിയാൽ മതി. ഈ ക്യാമ്പയിനുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ ഉപ്പുവച്ച കലം പോലെ കേരളത്തിലെ CPM ആവും. അതാവുന്നതിന് ഞങ്ങൾക്ക് പ്രയാസമില്ല. കേരളത്തിൽ അതിന് വിട്ടുതരും എന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഈ ക്യാമ്പയിന്റെ മുനയൊടിക്കും ഞങ്ങൾ. ഈ നാടിനെ വർഗീയമായി വിഭജിക്കാൻ CPM-നെ അനുവദിക്കുന്ന പ്രശ്നമില്ല. ശരി, ശ്രീ ശങ്കുട്ടിദാസ്, BJP-ക്ക് വിഷയമില്ലാതായി പോവും. ഇപ്പോൾ സാധാരണ നിലയിൽ BJP ഉന്നയിക്കേണ്ട വിഷയങ്ങളാണ്. BJP ഉന്നയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് കേരളത്തിലെ BJP പോലും ഉന്നയിക്കാത്ത കാര്യങ്ങൾ, ഉപയോഗിക്കാത്ത കാര്യങ്ങൾ CPM എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ബെഞ്ച് സിറ്റേഴ്സ് ആയോ? കലിങ്കിലൊക്കെ ഇരുന്ന് കളി കാണുന്ന റോളിലേക്ക് ചുരുങ്ങുമോ?
നോക്കൂ, ഞാൻ ആദ്യം ഈ വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് പറയട്ടെ. ഈ വിഷയം CPM ഉന്നയിക്കുന്ന വിഷയം അതിനോട് താത്വികമായിട്ട് യോജിക്കുമ്പോഴും അത് ഉന്നയിക്കാനുള്ള CPMന്റെ ധാർമ്മിക അധികാരത്തെയും അത് ഉന്നയിക്കുന്നതിലുള്ള അവരുടെ ആത്മാർത്ഥ ഇല്ലായ്മേനെയും ചോദ്യം ചെയ്യാനും കൂടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം നോക്കൂ, ഇവിടെ CPM മുസ്ലിം ലീഗിനെ നേരിട്ട് ആക്രമിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നാളെ മുസ്ലിം ലീഗ് ഞങ്ങൾക്കൊപ്പം വന്നേക്കുമെന്ന സാഹചര്യത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് മുസ്ലിം ലീഗിനെ ആക്രമിക്കുന്നതിന് പകരം ജമാഅത്തെ ഇസ്ലാമിനെ അടിക്കുകയാണ്. ശരിക്കും അവിടെ അടിക്കാൻ ഉദ്ദേശിച്ചത് ലീഗിനെയാണ്. കാരണം മാറാട് കലാപത്തിൽ നേരിട്ടിട്ട് പങ്കുണ്ട് എന്ന് തോമസ് പി ജോസഫ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് IUML-നെയാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയാണ്. 2003 ഓഗസ്റ്റിൽ അപ്പോയിന്റ് ചെയ്തതും 2006 ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതുമായിട്ടുള്ള തോമസ് പി ജോസഫ് കമ്മീഷന്റെ 452 പേജുള്ള അന്വേഷണ റിപ്പോർട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ കലാപത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും NDF എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനവുമാണ് എന്നുള്ളതാണ്. അതിൽ IUML-ന്റെ 2 നേതാക്കന്മാരെ പേരെടുത്ത് പറയുന്ന റിപ്പോർട്ടാണത്. IUML-ന്റെ നേതാവായിട്ടുള്ള മൊയ്തീൻ ഗോയ എന്ന് പറയുന്ന ആളെയും അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലാ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അന്നത്തെ ചെയർമാൻ ആയിരുന്ന മായിൻ ഹാജി എന്ന് പറയുന്ന ആളെയും പേരെടുത്ത് പറയുന്ന റിപ്പോർട്ടാണ്. അതിൽ മായിൻ ഹാജിക്ക് ഈ കലാപത്തിന്റെ ആസൂത്രണത്തെ പറ്റിയിട്ടും അത് നടത്താനുള്ള സമയത്തെ പറ്റിയിട്ടും വളരെ കൃത്യമായിട്ട് അറിവുണ്ടായിരുന്നുവെന്നും ഇവരുടെ എല്ലാവരുടെയും പിന്തുണയോടെയും മൗനാനുവാദത്തോടെയും കൂടിയാണ് ഈ കലാപം നടന്നത് എന്നും പറയുന്നുണ്ട്. ഇതിൽ 139 പേര് അറസ്റ്റ് ചെയ്തതിൽ 62 പേര് ശിക്ഷിക്കപ്പെട്ടതിൽ ബഹുഭൂരിപക്ഷം പേരും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ്. ഈ കലാപത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ജുമാ മസ്ജിദ് പള്ളിയിൽ കയറി ഒളിച്ചിരുന്നപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുള്ള ലീഗിന്റെ കേന്ദ്ര നേതാവായിരുന്നു, പിന്നീട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആളാണ്. ശിക്ഷിക്കപ്പെട്ടതിൽ RSSകാരുണ്ടായിരുന്നു. നോക്കൂ, നിങ്ങൾ 2 കാര്യങ്ങളെ ശ്രീ P. ജയരാജൻ, ഞാൻ മുഴുവൻ പറയട്ടെ. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വേറെ ആരും ഇടപെട്ടിട്ടില്ലല്ലോ. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് മുഴുവൻ കേൾക്കാനുള്ള മാന്യത നിങ്ങളും കാണിക്കണം. മാറാട് കലാപം എന്ന് പറയുന്നത് 2 സംഭവങ്ങളാണ്. ഒന്ന് 2002 ജനുവരിയിൽ സംഭവിക്കുന്നതും 2003 മെയ് മാസത്തിൽ സംഭവിക്കുന്നതുമാണ്. 2002 കലാപം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു തർക്കത്തെ തുടർന്ന് പൈപ്പ് വാട്ടർ എടുക്കുന്നത്, ഒരു പബ്ലിക് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 പേര് തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷം, പിന്നീട് അതിനൊരു സാമുദായിക സ്വഭാവം വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം നടക്കുകയും ചെയ്തു. അതിൽ 2 ഹിന്ദുക്കളും 3 മുസ്ലിങ്ങളും 3 ഹിന്ദുക്കളും 2 മുസ്ലിങ്ങളും അങ്ങനെ 5 പേര് അവിടെ മരിച്ചു. ആ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP-യുടെ, മുസ്ലിം ലീഗിന്റെ, CPM-ന്റെ, NDF-ന്റെ, ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ ഉൾപ്പെടെ ഏതാണ്ട് 600ഓളം പ്രതികളുണ്ടായിരുന്നു. മാറാട് പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യരും ഏതാണ്ട് ആ കേസിൽ പ്രതികളായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് CPM-ന്റെയും BJP-യുടെയും ലീഗിന്റെ ആളുകളെ ശിക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ തിരിച്ചടി എന്നോണം 2003 മെയ് മാസത്തിൽ നടന്നിട്ടുള്ള കലാപം എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ടുള്ള ഹിന്ദു വിരുദ്ധ കലാപമാണ്. അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടുള്ള തോമസ് പി ജോസഫ് കമ്മീഷൻ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ മിയർ റിവഞ്ച് ബട്ട് എ വൺ സൈഡ് അറ്റാക്ക് അഗേൻസ്റ്റ് എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി എന്നാണ്. ഇത് കേവലം പ്രതികാരത്തിന് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ളതല്ല, വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുടെയും ആസൂത്രണത്തോടെയും ഒരു വിഭാഗം മനുഷ്യർക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണമാണ്. 8 പേരെ കൂട്ടക്കൊല നടത്തി. അതിൽ ഒറ്റ ഭാഗത്തുള്ള പ്രതികൾ മാത്രമേ ഉള്ളൂ. അതിലൊരു BJP-കാരനും പ്രതിയില്ല, അതിലൊരു RSS-കാരനും പ്രതിയില്ല. അതിലെ പ്രതികൾ മുഴുവൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും NDF-ന്റെ പ്രവർത്തകരുമാണ്. അത് കൃത്യമായിട്ട് വിചാരണ നടത്തിയിട്ട് അതിലെ പങ്കാളിത്തത്തിന്റെ പേരിലാണ് ഈ ആളുകളെയൊക്കെ ശിക്ഷിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് ആ ലീഗിനെ പറയാൻ ഇവർക്ക് ധൈര്യമില്ല. ഇപ്പോഴും ചോദിച്ചു നോക്കൂ ഇവരോട്, CPM-നോട്, ലീഗ് വർഗീയ പാർട്ടിയാണോ അതോ സാമുദായിക പാർട്ടിയാണോ അതോ മതേതര പാർട്ടിയാണോ? ഈ ചർച്ചയിലിരുന്ന് ജയരാജന് പറയാൻ കഴിയും ഒരു വർഗീയ പാർട്ടിയാണെന്ന്? അവർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് പറയുക, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവമായിട്ട് സമാനമായിട്ടുള്ള മുസ്ലിം ഭരണമാണ് വരിക എന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. കാരണം ഒരു പാലസ്തീൻ അനുകൂല സദസ്സ് സംഘടിപ്പിക്കുമ്പോഴും അതേപോലെ തന്നെ പൗരത്വ പ്രക്ഷോഭത്തിനെതിരായിട്ടുള്ള സദസ്സ് സംഘടിപ്പിക്കുമ്പോഴും അവിടേക്ക് ലീഗിനെ ക്ഷണിക്കുന്നവരാണ്. നാളെയെങ്കിലും ലീഗ് ഞങ്ങളുടെ ഒപ്പം വരുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഇവർ പറയുന്നത് രാഷ്ട്രീയ താല്പര്യം കൊണ്ട് മാത്രമാണ്, അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയെ പറയേണ്ട സന്ദർഭത്തിലൊന്നും അവർ പറഞ്ഞിട്ടില്ല. 1971 ബംഗ്ലാദേശിൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. റാസാക്കാർ ഫോഴ്സ് രൂപീകരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരെയും ഗ്രാമങ്ങളെയും വംശീയമായി ഉന്മൂലനം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. അൽ ബദർ, അൽ ഷംസ് തുടങ്ങിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് ഛത്ര സംഘടിപ്പിക്കുന്ന കൂട്ടക്കൊല ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമിനെ ഒരു തള്ളി പറഞ്ഞിട്ടില്ല. ഈ 2025 ബംഗ്ലാദേശിൽ നടത്തിയിട്ടുള്ള വംശഹത്യയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഒരു ഐക്യദാർഢ്യ സദസ്സ് ബംഗ്ലാദേശികൾക്ക് വേണ്ടി ഒരു സംഘടിപ്പിച്ചിട്ടുണ്ടോ? 5000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന പാലസ്തീനിലെ മനുഷ്യർക്ക് വേണ്ടി ഗാസയ്ക്ക് ഐക്യദാർഢ്യം കൊടുത്തുകൊണ്ട് സദസ്സ് സംഘടിപ്പിക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ള ഇവര് ഈ തൊട്ടടുത്ത് ഇന്ത്യയുമായിട്ട് സാംസ്കാരികമായിട്ടും ചരിത്രപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ബന്ധമുള്ള ബംഗ്ലാദേശിൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്കെതിരെ ഒരു ഐക്യദാർഢ്യ സദസ്സോ ഒരു പ്രാർത്ഥനാ സദസ്സോ സംഘടിപ്പിച്ചിട്ടുണ്ടോ? അതിലേക്ക് ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ? അപ്പൊ ജമാഅത്തിനെ വിമർശിക്കേണ്ട സമയത്ത് വിമർശിച്ചിട്ടില്ല. ആ കൂട്ടക്കൊലയ്ക്ക് കൂട്ടു നിൽക്കുകയും അവിടുത്തെ മരിച്ച മനുഷ്യരോട് നീതികേട് കാണിക്കുകയും ചെയ്തു. എന്നിട്ട് ലീഗിനെ പറയാൻ ഇപ്പോഴും ധൈര്യമില്ലാണ്ട് ലീഗിനെ പറയുന്ന സമയത്ത്
ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ഇവരുടെ ഇരട്ടത്താപ്പ് പൊതുസമൂഹം തിരിച്ചറിയും. BJP-യുടെ സ്പേസ് ഒന്നും ഒരിക്കലും ഈ CPM-നെ പോലത്തെ മുതലക്കണ്ണീർ ഒഴുക്കുന്ന ആളുകൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സ്പേസ് എടുക്കണമെങ്കിൽ ആദ്യം ആത്മാർത്ഥത വേണം, കോസിനോട് കമ്മിറ്റ്മെന്റ് വേണം. നിങ്ങൾക്ക് ഇപ്പോഴും മാറാട് മരിച്ച മനുഷ്യരോട് യാതൊരു ആത്മാർത്ഥതയും ഇല്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും വ്യാജമായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണം മാത്രമാണ് നിങ്ങൾ നടത്തുന്നത് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല. ശരി, ശ്രീ A. സജീവൻ, എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ഒരു അപ്രതീക്ഷിതമായ ടേണായി ഇതിനെ കാണാമോ? വളരെ ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞ ആനുഷംഗികമായ ഒരു മറുപടി എന്ന നിലയിൽ അല്ല നമ്മൾ AK ബാലൻ പറഞ്ഞ വാചകങ്ങളെ കേൾക്കേണ്ടത് എന്ന് തോന്നുന്നു. അതിനപ്പുറത്ത് കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഒരു N ബ്ലോക്ക് വോട്ടിംഗ് നടക്കുമ്പോൾ ഭൂരിപക്ഷ ഏകീകരണം ഇല്ലാതെ ജയിക്കാൻ കഴിയില്ല എന്നൊരു തോന്നലിലേക്കോ തെറ്റിദ്ധാരണയിലേക്കോ ധാരണയിലേക്കോ എന്തിലേക്കെങ്കിലും അതിലേക്ക് ഇടതുമുന്നണി എത്തിയോ? ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് AK ബാലൻ എന്ന് പറയുന്നത് ഒരു സാധാരണ SFI പ്രവർത്തകനോ DYFI പ്രവർത്തകനോ അല്ലെങ്കിൽ സാധാരണ CPM പ്രവർത്തകനോ അല്ല. അദ്ദേഹം CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റം പറയാം, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് UDF കൂട്ടുചേരുന്നതിനെ കുറിച്ച് പറയാം. പക്ഷെ അതെങ്ങനെയാണ് മാറാടുമായി ബന്ധിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അതുണ്ടാക്കുന്ന കാര്യം ഈ ബാലനെ പോലുള്ള ഒരാൾ ഇത് പറയുമ്പോൾ അത് സാധാരണഗതിയിൽ അനുകൂലമായിട്ടുള്ള വോട്ട് നേടിയെടുക്കാൻ സഹായിക്കണമല്ലോ. അനുകൂലമായിട്ട് ഉണ്ടാക്കില്ല മാത്രമല്ല CPM-നെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം. സത്യം പറഞ്ഞാൽ വിവരക്കേടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് വർഗീയതയാണെന്ന് വ്യാഖ്യാനിക്കാൻ വളരെ എളുപ്പമാണ്. ഈ മാറാട് കലാപത്തിലായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ മാറാട് കലാപം ഉണ്ടായത് ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ 3 പേര് സംസാരിച്ച് 3 പേരേക്കാൾ മാറാട് കലാപത്തെക്കുറിച്ച് പറയാൻ എന്തുകൊണ്ട് എനിക്ക് ആധികാരികമായിട്ട് പറ്റും എന്നെനിക്കറിയാം. കാരണം ഞാൻ ആ പ്രദേശത്തുള്ള ഒരാളാണ്. രണ്ടാമത്തേത്, ഈ പ്രശ്നമുണ്ടായ 2 സമയത്ത് ആ ദിവസം മുതൽ അവിടെ മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിലേക്ക് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അവിടെ ഈ അന്നത്തെ ഭരിക്കുന്ന സർക്കാരും മന്ത്രിമാരും ഇടപെട്ടിട്ടും പരിഹരിക്കാൻ എല്ലാവരെയും ഒരേ മേശയ്ക്ക് കൊണ്ടുവന്നിട്ട് ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ പറ്റാതായപ്പോൾ അന്നത്തെ മന്ത്രിമാർ, മുഖ്യമന്ത്രി AK ആന്റണി ഉൾപ്പെടെ പറഞ്ഞിട്ട് അതിന് പരിഹരിക്കാൻ രംഗത്തിറങ്ങിയ 4 പേരിൽ ഒരാളാണ് ഞാൻ. ഈ പറയുന്ന മാറാട് കമ്മീഷൻ സാക്ഷിയായിരുന്നു ഞാൻ. ഇത്രയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാം, ഇത് ജമാഅത്തെ ഇസ്ലാമിയാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറയുന്ന വിവരക്കേടാണ്. അത് തെറ്റായ കാര്യമാണ്. അത് ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിൽ വന്നാൽ ഇതുണ്ടാവും. ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയതയെക്കുറിച്ചൊന്നുമില്ല പറയാം. അവർ വർഗീയ കക്ഷി സംഘടനയാണെന്നുള്ള കാര്യത്തിലൊക്കെ വേണമെങ്കിൽ നമുക്ക് അനുകൂലിച്ച് പറയാം. പക്ഷെ അതല്ല ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാലൻ ഇതുമായിട്ട് കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ ഉടനെ തന്നെ ഇത് ഹിന്ദു പ്രീണനത്തിന് വേണ്ടിയിട്ട്, ഹിന്ദു വോട്ട് കൺസോളിഡേഷന് വേണ്ടിയുള്ളതാണെന്നുള്ള തോന്നൽ ഉണ്ടാകും. 2021 ഇപ്പോഴത്തെ LDF സർക്കാരും ഇപ്പോഴത്തെ LDF മുന്നണിയും ഈ കണ്ട് പഠിക്കേണ്ട കാര്യം അതാണ്. 2021 ഇവർ ഇതേ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി അപ്പുറത്ത് നിന്നതാണ്. പക്ഷെ അവർ ഈ ജമാഅത്തെ ഇസ്ലാമിയെ വലുതായിട്ട് പിന്നെ ഈ ഏറ്റുപിടിച്ച് അതിനെതിരെയുള്ള രംഗത്തേക്കൊന്നും വന്നില്ല. അവ അക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ, അക്കാലത്ത് സർക്കാർ നടപ്പാക്കിയ കാര്യങ്ങൾ അതൊക്കെ വെച്ചുകൊണ്ട് പോയി. മാത്രമല്ല ഈ പ്രശ്നങ്ങൾക്കിടയിൽ നേരത്തെ ഇവിടെ ഷിബു മീരാൻ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്ന, ലീഗിനേക്കാൾ കൂടുതൽ എതിർക്കുന്ന ജമാഅത്തെ ഇസ്ലാമി തനി വർഗീയ സംഘടനയാണെന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത. ആ സമസ്ത അന്ന് പരസ്യമായിട്ട് LDF-നോടൊപ്പം മുഖ്യമന്ത്രിയോടൊപ്പം നിന്നാണ്. ഉമർ ഫൈസിയെ പോലുള്ള ആളുകൾ മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ വന്നിട്ട് അവർക്ക് അനുകൂലമായിട്ട് സംസാരിച്ചാണ്. അതിൻ്റെ ഒരു നേട്ടം ഉണ്ടായതുകൊണ്ടാണ് 8 സീറ്റ്, അത് ആദ്യമുള്ളതിനേക്കാൾ 8 സീറ്റ് കൂടുതൽ കിട്ടുന്നൊരവസ്ഥ ഉണ്ടായി. പക്ഷേ ഇപ്പോഴത്തെ ഈ ബാലൻ്റെ ഈ പ്രസംഗം ഉണ്ടല്ലോ, അത് ഒരു കാലത്തും ഗുണം ചെയ്യില്ല, ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ശരി, ഓക്കെ, എനിക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു ചർച്ചയിലേക്ക്. ശ്രീ P. ജയരാജൻ, വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് നടത്തുന്ന പ്രസ്താവനയിൽ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം അസ്വസ്ഥരാണ്, അവരൊരു അരക്ഷിതാവസ്ഥ തോന്നിക്കുന്ന ഘട്ടത്തിലാണ്. ആ സമയത്ത് വെള്ളാപ്പള്ളി നടേശനെ ആവർത്തിച്ച് എൻഡോഴ്സ് ചെയ്യുക, പിന്തുണയ്ക്കുക എന്ന കാര്യം നടക്കുന്നു CPM-ൻ്റെ ഭാഗത്ത് നിന്ന്, അതിൻ്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന്. അതിനൊപ്പം ഈ ജമാഅത്തെ ഇസ്ലാമിയെ ചാരി വലിയ ആക്രമണം, അതും മാറാട് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്നു. സ്വാഭാവികമായിട്ടും കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന് അവർ കോർണേർഡാണ്
എന്നൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. അല്ലെങ്കിൽ തന്നെ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഒരു സംഘി ഭരണമാണ് എന്ന നറേറ്റീവ് വളരെ ശക്തമായി UDF ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇന്ധനം പകരുന്ന വിധത്തിൽ എന്തുകൊണ്ടാണ് ഇടതുമുന്നണി നേതാക്കൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്? അങ്ങനെ ഒരു ന്യൂനപക്ഷത്തെ അരക്ഷിതാവസ്ഥയിൽ നിർത്തിയിട്ടല്ലല്ലോ രാഷ്ട്രീയം കളിക്കേണ്ടത്. അല്ല, ഇപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ച് ഓൾ ഇന്ത്യ തലത്തിലുള്ള സ്ഥിതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതമായി കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തെ വർഗീയ ശക്തികൾക്ക് സ്വാധീനിക്കാവുന്ന ഒരു ഭരണ സംവിധാനത്തിലേക്ക് നയിക്കാനാണ് UDF പരിശ്രമിക്കുന്നത്. അത് ലീഗുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. ഇവിടെ അഭിലാഷ് നേരത്തെ BJP പ്രതിനിധിയോട് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. BJP ഓർമ്മിപ്പിക്കാൻ മടിക്കുന്ന കാര്യം CPIM ഓർമ്മിപ്പിക്കുന്നു എന്നതാണ്. മാറാടിനെ സംബന്ധിച്ച് ഓർക്കാൻ അവർക്ക് വിഷമമുണ്ട്. അത് മനസ്സിലായിനോ നിങ്ങൾക്ക്? മാറാട് കലാപം നടന്നതിനെ തുടർന്ന് CPM-നെ ഒഴിവാക്കിയിട്ട് ലീഗും ആൻ്റണിയും കുഞ്ഞാലിക്കുട്ടി, ലീഗിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടി, മുഖ്യമന്ത്രിയായിട്ടുള്ള ആൻ്റണി, അതോടൊപ്പം തന്നെ RSS നേതാക്കന്മാരുമായിട്ട് രഹസ്യ ചർച്ച നടത്തിയ കാര്യം അഭിലാഷിന് ഓർമ്മയുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ CPM-നെ ഒഴിവാക്കി, CPM-നെ പോലെയുള്ള ഒരു മതനിരപേക്ഷ ശക്തിയെ ഒഴിവാക്കി അന്ന് ഭരിച്ചിട്ടുള്ള ആൻ്റണി ലീഗിനെയും കൂട്ടി RSS-ഉമായിട്ട് കൂടിയാലോചന നടത്തി. ആ കൂടിയാലോചനയുടെ ഫലമായിട്ടാണ് CBI അന്വേഷണം എന്നുള്ള BJP-യുടെ ആവശ്യത്തിൽ നിന്ന് അവർ പുറകോട്ട് പോയത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വലിയ സമരം നടത്തിയല്ലേ? ഈ ശംഖുവിനോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ RSS-ഉം സംഘടനകളും എല്ലാം തന്നെ മാറാട് കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ CBI വരണം എന്ന് പറഞ്ഞതല്ലേ? ആ CBI അന്വേഷണത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പുറകോട്ട് പോയത്? ഇവിടെ സജീവൻ മാധ്യമപ്രവർത്തകൻ എന്ന നിലക്ക് നടത്തിയിട്ടുള്ള യത്നത്തെ പറ്റി പറഞ്ഞു, ഞാനതിനെ മാനിക്കുന്നു. അന്ന് കോഴിക്കോട് പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ NP രാജേന്ദ്രൻ പിന്നീട് എഴുതിയിട്ടുണ്ട്, ആ മധ്യസ്ഥ നീക്കത്തിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങി. എന്തേ കാരണം? രാജേന്ദ്രൻ എന്താ പറയാൻ കാരണം? അതിൽ പല കൊടുക്കലും വാങ്ങലുകളും ഉണ്ടാവാം. ആ കൊടുക്കൽ വാങ്ങലിനെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലെ RSS-ഉം അതുപോലെ തന്നെ ലീഗ് നേതൃത്വവും തമ്മിൽ നേരിട്ട് കൂടിയാലോചന നടത്തി. BJP-യുടെ ആവശ്യത്തിൽ നിന്ന് പിൻവാങ്ങിയല്ലോ, CBI അന്വേഷണം അവർ ഉപേക്ഷിച്ചല്ലോ. അപ്പോൾ അഭിലാഷ് ചോദിച്ചിട്ടുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് BJP ഓർമ്മിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ആ പഴയ ഡീലൊക്കെ പറയേണ്ടി വരും. ഇവിടെ മീരാനോട്, ഷിബു മീരാനോട് ഞാൻ ചോദിക്കുകയാണ്, ഈ വടകര ബേപ്പൂർ മോഡൽ ആരാ ഉണ്ടാക്കിയത്? CPM ആണോ? CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഗീയ ശക്തികൾക്കും എതിരായിട്ടുള്ള ഉറച്ച നിലപാടാണ്. RSS-ഉമായിട്ട് വിട്ടുവീഴ്ച കൂടാതെയുള്ള ഒരു നിലപാടാണ് CPIM സ്വീകരിക്കുന്നത്. കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് ശക്തമായിട്ട് വിമർശിച്ച പാർട്ടിയാണ് CPIM. ഞാൻ നേരത്തെ തൊടുപുഴയിലെ സംഭവം ഓർമ്മിപ്പിച്ചത് നിങ്ങൾ അന്ന് എടുത്തിട്ടുള്ള നിലപാടിനെ ഞാൻ അനുകൂലിക്കുന്നു. 2010 തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനായിട്ട് ജോസഫ് മാഷയുടെ കൈവെട്ടിയ സംഭവത്തെ തുടർന്ന് മതസംഘടനകളുടെ യോഗം വിളിച്ചു. മാധ്യമം പത്രം, ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ പത്രം, ഈ ജോസഫ് മാഷ് കുറ്റവാളിയാണ്, അദ്ദേഹം മതനിന്ദ നടത്തിയിരിക്കുന്നു, അദ്ദേഹം നബി തിരുമേനി ആക്ഷേപിച്ചിരിക്കുന്നു എന്നൊക്കെ വാർത്ത കൊടുത്തിട്ട് മുസ്ലിങ്ങളിൽ മതവികാരം ഇളക്കിവിട്ടപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ജമാഅത്തെ ഇസ്ലാമിയെ ഒഴിച്ചുകൊണ്ട് കോട്ടക്കലിൽ വെച്ച് മതസംഘടനാ യോഗം വിളിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറായി. പക്ഷേ ആ നിലപാട് നിങ്ങൾ തുടർന്നോ? നിങ്ങൾ അതിനെ തുടർന്ന് മാധ്യമം പത്രത്തിലെ ലേഖനത്തോടു കൂടി ലീഗിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള വിമർശനം ദാവൂദും കൂട്ടരും ഉന്നയിച്ചപ്പോൾ നിങ്ങൾ കീഴടങ്ങി. ഇപ്പം നിങ്ങൾ കീഴടങ്ങിയിരിക്കുകയാണ്. സുന്നി പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞല്ലോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലീഗിനെ ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങും. ആ ജമാഅത്തെ ഇസ്ലാമി അപകടകാരിയായിട്ടുള്ള ഒരു സാർവദേശീയ ശക്തിയാണ്. ഇവിടെ മാത്രമല്ല, പാകിസ്ഥാനിലുണ്ട് ജമാഅത്തെ ഇസ്ലാമി, ബംഗ്ലാദേശിലുണ്ട് ജമാഅത്തെ ഇസ്ലാമി, ശ്രീലങ്കയിലുണ്ട് ജമാഅത്തെ ഇസ്ലാമി, കാശ്മീരിൽ പ്രത്യേക ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. അവരെല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്ന നീക്കം മതനിരപേക്ഷതയ്ക്ക് പേര് കേട്ട സംരക്ഷിത തുരുത്തായിട്ട്, മതനിരപേക്ഷതയുടെ സംരക്ഷിത തുരുത്തായിട്ട് അവശേഷിക്കുന്ന ഈ കേരളം ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ കേരളത്തിൻ്റെ മതനിരപേക്ഷ ശൃംഖലയെ അല്ലെങ്കിൽ മതനിരപേക്ഷതയെ തകർക്കുന്ന നീക്കമായിരിക്കും ഈ ശക്തികൾക്ക് ഭരണസ്വാധീനം ഉണ്ടായാൽ കിട്ടുക. ഇതാണ് AK ബാലൻ പറഞ്ഞത്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ പിണറായി വിജയനെ അദ്ദേഹം സംഘിയാണ്, മുണ്ടെടുത്ത മോഡിയാണ്, സംഘി RSS-ഉം പിണറായി വിജയൻ തമ്മിൽ ഡീലുണ്ട് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് അത് വർഗീയ പ്രചരണത്തിന്റെ ഭാഗമല്ലേ?
കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയല്ലേ? ഞാൻ ഓർക്കുകയാണ് 1971 അവസാനമാണ് തലശ്ശേരിയിൽ വർഗീയ കലാപം ഉണ്ടായത്. അന്ന് പിണറായിയുടെ കൂടെ തലശ്ശേരിയിൽ എത്തിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ, CPM-ന്റെ പ്രവർത്തകനാണ്. ആ കലാപത്തെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി അന്വേഷണ കമ്മീഷന് മൊഴി കൊടുത്തിട്ടുണ്ട്, ലീഗ് മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയിലൊന്നും CPM-നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അതേസമയം കോൺഗ്രസ് എന്താ ചെയ്തത്? വർഗീയ കലാപത്തിനെതിരായിട്ട് വല്ല നിലപാട് സ്വീകരിച്ചോ? ആ കലാപത്തിനെതിരായിട്ട് നെഞ്ഞുയർത്തി പ്രവർത്തിച്ചിട്ടുള്ള ശക്തി, വർഗീയ ശക്തികളുടെ, ഹിന്ദുത്വ ശക്തികളുടെ, RSSന്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങാതെ സംഘർഷബാധിത പ്രദേശങ്ങളിൽ സഞ്ചരിച്ച ഒരു നേതാവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയെ സംഘിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഏത് വർഗീയതയുടെ ഭാഗമാണ്? അപ്പൊ അതിലൊരു വർഗീയതയുണ്ട്. ഞങ്ങൾ ഒരു വർഗീയതയും പ്രോത്സാഹിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാ വർഗീയതയും എതിർക്കണം. പക്ഷേ ഇപ്പോ സതീശനെ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാര് മുന്നോട്ട് വെക്കുന്ന വാദം കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശലാണ്. ആ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന അപകടകരമായിട്ടുള്ള ആശയമുണ്ട്. ആ ആശയത്തെ എതിർക്കണം. അപ്പോ ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇസ്ലാം ഭീതി, ആ ഇസ്ലാം ഭീതി പരത്താൻ RSS പരിശ്രമിക്കുന്നത്. RSSുമായിട്ട് 2014 കൂടിയാലോചന നടത്തിയിട്ടുള്ള ശക്തിയാ ജമാഅത്തെ ഇസ്ലാമി. നിഷേധിക്കാനാവുമോ? അതുകൊണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷ സംരക്ഷിക്കണം എന്നുള്ള ഉത്തമ AK ബാലൻ ആ വാർത്താ സമ്മേളനം, അതിന്റെ അഭിമുഖത്തിൽ ഈ തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞു. ശരി, ഓക്കെ. ശ്രീ ഷിബു മീരാൻ, ഇപ്പോ AK ബാലനോ P ജയരാജനോ മാറാട് ഓർമ്മിപ്പിച്ചാൽ അത് ഇസ്ലാമോ ഫോബിയയോ ഇസ്ലാം വിരുദ്ധതയോ സംഘപരിവാർ ഭാഷ്യമോ ഒക്കെ ആകുമെങ്കിൽ അവർ മാത്രമല്ലല്ലോ മാറാട് ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. ഞാൻ 2010 ഒരു ലേഖനം വായിക്കാം. മൂവാറ്റുപുഴ സംഭവത്തെ പോലെ അതിലേറെ കേരളീയ സമൂഹത്തെ സ്തംഭിപ്പിച്ച സംഭവമായിരുന്നു 2003 മാറാട് കൂട്ടക്കൊല. ആ സംഭവത്തിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള ലീഗാണ് പുതിയ തീവ്രവാദ വിരുദ്ധ സമരത്തിലെ മുന്നണി പോരാളി. മാറാട് സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ തന്നെ നിശ്ചയിച്ച ജുഡീഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിലെ 10-ാം അധ്യായം ഈ അവസരത്തിൽ ഒന്നുകൂടി വായിക്കുന്നത് നന്നാവും. കമ്മീഷന്റെ കണ്ടെത്തലുകൾ അക്കം വിട്ട് നിർത്തിയ ഈ അധ്യായത്തിൽ 5-ാമത്തെ പോയിന്റ് ഇങ്ങനെ: 2003 മെയ് 2 മാറാട് കടപ്പുറത്ത് നടന്ന കൂട്ടക്കൊലയുടെ ആസൂത്രണത്തിലും നടത്തിപ്പിലും IUML പ്രവർത്തകർ സജീവമായി പങ്കാളികളായി. ലീഗ് നേതൃത്വത്തിന്റെ, നന്നേ ചുരുങ്ങിയത് പ്രാദേശിക നേതൃത്വത്തിന്റെയെങ്കിലും അനുഗ്രഹാശിസുകൾ ഇല്ലാതെയാണ് ലീഗുകാർ അതിൽ പങ്കാളികളായതെന്ന് കരുതാൻ കഴിയില്ല. മാറാട് സംഭവം CBI അന്വേഷിക്കുന്നതിനെതിരെ ഏറ്റവും ഭയപ്പാടോടെ കാണുകയും അതിനെതിരെ നിന്ന് മാറാട് വിഷയത്തെ നിരന്തരം കത്തിച്ചു നിർത്തുകയും ചെയ്ത അതേ ലീഗ് ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള പുതിയ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് എന്തായാലും ചിരിക്ക് വക നൽകുന്നതാണ്. ഇത് C ദാവൂദ് മാധ്യമം പത്രത്തിൽ 2010 എഴുതിയ, നേരത്തെ ശ്രീ P ജയരാജൻ ഉദ്ധരിച്ച ലേഖനമാണ്. തീവ്രവാദത്തിനെതിരെ കോട്ടക്കൽ കഷായം. അതിപ്പോ CPM നിങ്ങൾക്കെതിരെ ഉയർത്തിയ മാറാട് വാദം അല്ലെങ്കിൽ മാറാട് ആരോപണം ജമാഅത്തെ ഇസ്ലാമി തന്നെ നിങ്ങൾക്കെതിരെ, മുസ്ലിം ലീഗിനെതിരെ മുമ്പ് ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. അഭിലാഷ്, ഈ മാറാട് കലാപം കേരളത്തിന്റെ ചരിത്രത്തില് നമ്മളൊക്കെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു സംഭവമായിരുന്നു. ഈ മാറാട് എന്നിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ചർച്ചയിൽ ഒരാൾ 2 മുസ്ലിങ്ങൾ 3 ഹിന്ദുക്കൾ എന്ന സ്കോർ ബോർഡൊക്കെ പറഞ്ഞ് വല്ലാതെ ആവേശം കൊള്ളുകയാണ്. ജയരാജൻ സഖാവാണെങ്കിൽ ചർച്ചയുടെ 2 ഘട്ടത്തിലും ആവർത്തിച്ച് മാറാട് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അഭിലാഷാണെങ്കിൽ പ്രയാസപ്പെട്ടൊരു പത്രക്കട്ടിക്കും കൊണ്ടുവന്ന് വായിക്കുന്നുണ്ട്. ആ കലാപം കേരളത്തിൽ സംഭവിച്ചതാണ്. കുറെ പേർ മരിച്ചിട്ടുണ്ട്. അഭിലാഷ്, ഞങ്ങളിപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഞങ്ങളിത് പറയുന്നത് ആ മുറിവിനെ കേരളം മറികടന്നു കഴിഞ്ഞു. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിന്റെ സംവാദത്തിൽ പരസ്പരം നടക്കേണ്ടുന്ന പ്രതിപക്ഷ ബഹുമാനത്തോടുള്ള ഒരു ചർച്ചയിൽ ഈ പഴയ കലാപത്തെ വീണ്ടും കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഡയലോഗിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് ആരുടെ അജണ്ടയാണ് എന്നാണ് ഇവിടെ. അതിന്റെ ഭാഗമായിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ സജീവൻ സാർ അദ്ദേഹം കൃത്യമായി പറഞ്ഞല്ലോ, എല്ലാ വിഭാഗം ആളുകളും പരസ്പരം ഒത്തുതീർപ്പുണ്ടാക്കി കേരളം അടച്ചു വെച്ചൊരു അധ്യായത്തെ വീണ്ടും മുറിവേൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് എത്ര പങ്ക്, ഞങ്ങൾക്ക് എത്ര പങ്ക് എന്നൊരു ചർച്ച ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ആരെ സഹായിക്കാനാണ്? ഇനിയിപ്പോൾ BJPയുടെ പ്രതി പറയുന്നു താങ്കളും ആ ലേഖനം കൂടി ലീഗിന്റെ പങ്കിനെ കുറിച്ച് ഇങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുക. ഞാനൊരൊറ്റ സംഭവം പറയാം. 1993 താനൂരിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു. ബോംബ് ഉണ്ടാക്കിയതും കൊല്ലപ്പെട്ടതും RSSുകാർ തന്നെയായിരുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച ഉമ്മൻ കോശി എന്നൊരു പോലീസ് ഓഫീസർ പറഞ്ഞത് കേരളത്തെ ദൈവം രക്ഷിച്ചതാണ്. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രക്കെതിരെ ബോംബ് എറിഞ്ഞിട്ട് കലാപം ഉണ്ടാക്കലായിരുന്നു ഇവരുടെ പദ്ധതി എന്നാണ്. ക്ഷേത്രങ്ങളിലേക്ക് മലം വലിച്ചെറിഞ്ഞതിൻ്റെയും ക്ഷേത്രങ്ങളിലേക്ക് പിന്നെ ബീഫ് വലിച്ചെറിഞ്ഞതിൻ്റെയും പേരിൽ ഉത്തർപ്രദേശിലെ പോലീസ് RSSുകാരെ അറസ്റ്റ് ചെയ്തതിൻ്റെ ഒരു 100 പത്രക്കട്ടിങ് ഞാൻ വേണമെങ്കിൽ അഭിലാഷിന് അയച്ചുതരാം. ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ ചർച്ചയിൽ ജയരാജൻ സാഹബ് ഇടയ്ക്ക് ഇടപെട്ടപ്പോൾ കേൾക്കാതെ പോയൊരു കാര്യമുണ്ട്. ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, തെരഞ്ഞെടുപ്പാണ്. സഖാവ് ജയരാജൻ, താങ്കളോ ഞങ്ങളോ ജയിച്ചേക്കാം. അത്
കേരളത്തിലെ ജനങ്ങളുടെ കൈകളിലിരിക്കുന്ന ഒരു തീരുമാനമാണ്. പക്ഷേ പരസ്പരം മാന്യമായ രാഷ്ട്രീയ സംവാദം നടത്താൻ ഈ കേരളം ബാക്കിയാവേണ്ടതുണ്ട്. ഈ 2010 സംഭവം തന്നെ ഇപ്പൊ ഈ ലേഖനം വരുന്നത് 2010 പശ്ചാത്തലത്തിലാണല്ലോ. എപ്പോഴാണ് യോഗം ഉണ്ടാവുന്നത്? ഒരു ക്രൈസ്തവ അധ്യാപകന്റെ കൈവെട്ടുന്നു. ഞങ്ങൾ യോഗം വിളിച്ച് എല്ലാ മതസംഘടനകളെയും ഒരുമിച്ച് നിർത്തി ഈ കേരളത്തിന് മുഴുവൻ മാതൃകയാകുന്ന രൂപത്തിൽ ആ സംഭവത്തെ ആദ്യം മുന്നിൽ നിന്ന് പ്രതിരോധിക്കേണ്ടത് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. ആ കമ്മ്യൂണിറ്റിയുടെ പ്രവാചകന്റെ പേരിൽ ഇങ്ങനെ ഒരു തോന്നിയാസം നടക്കരുത് എന്നൊരു നിലപാടെടുക്കുമ്പോൾ ആ യോഗത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി വന്നില്ല. ഞങ്ങൾ തമ്മിലൊരു തർക്കമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അഭിലാഷ്, ഞങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഈ നിമിഷവും തീർന്നിട്ടില്ല, അത് നാളെയും അവസാനിക്കില്ല. മനസ്സിലാക്കിക്കോ. CPM-നെ പോലെ ഐഡിയോളജിക്കലായ ആ വ്യത്യസ്തകൾ അടിയറ വെച്ചുകൊണ്ടല്ല ഞങ്ങൾ ഇവരുമായി ഈ നിലയ്ക്ക് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ ഒരു നീക്കുപോക്കുണ്ടായത്. അവർ ഞങ്ങൾക്ക് ഇപ്പൊ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. പാകിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലേ സഖാവ് ജയരാജൻ? ബംഗ്ലാദേശിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലേ സഖാവ് ജയരാജൻ? അവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ കേരളത്തിലിരിക്കുന്ന താങ്കൾ ഏതെങ്കിലും നിലയ്ക്ക് ആൻസറബിൾ ആണോ? പിന്നെ പച്ചക്കളം കുഞ്ഞാലിക്കുട്ടി ചർച്ച നടത്തിയത് രഹസ്യമായി മസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയതും പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കിയതിനും അതിന് കേരളത്തിന്റെ പൊതുഭൂമി 30 ഏക്കർ വിട്ടുകൊടുത്തതും ആരായിരുന്നു എന്ന് കേരളത്തിന് അറിയാം. എന്റെ ധാരണ ശരിയാണെങ്കിൽ സഖാവ് ജയരാജനടക്കം ആ രഹസ്യ ചർച്ചയിൽ പങ്കെടുത്തവരാണ്. നിങ്ങൾ നടത്തുമ്പോൾ നല്ല ചർച്ച, മറ്റാരെങ്കിലും നടത്തിയാൽ മോശം ചർച്ച. RSS-മായി ഞങ്ങൾ രാഷ്ട്രീയമായ ഒരു ചർച്ചയും നടന്നിട്ടില്ല. മാറാട് കലാപത്തിൽ സമാധാനം ഉണ്ടാക്കാൻ അതിന്റെ ഭാഗമായിട്ടുള്ള കക്ഷികളുമായി ഭരണാധികാരികൾ എന്ന നിലക്ക് സമാധാനം ഉണ്ടാക്കാൻ നടത്തിയ ചർച്ചയല്ലാതെ RSS-ന്റെ പയ്യാമ്പരത്ത് വോട്ട് ചോദിച്ചു പോകേണ്ട ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ കിട്ടുന്ന വോട്ട് വേണ്ട എന്ന അന്നും ഇന്നും ഞങ്ങളുടെ നിലപാട്. അവരോട് താതാത്മ്യം പ്രാപിക്കുന്ന രാഷ്ട്രീയവും ഞങ്ങൾ പറയില്ല. ഒരു വർഗീയതയ്ക്കും ഞങ്ങൾ കൊള്ളിയതില്ല. തരാതരം പോലെ വർഗീയതയ്ക്ക് കൊള്ളുതിയവർ നിങ്ങളാണ് എന്ന് കേരളത്തിന് ബോധ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി അഭിലാഷ്, ചേട്ടൻ ബാവ അനിയൻ ബാവ സിനിമ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഈ ചേട്ടന്റെ കുഴപ്പം. എനിക്കൊന്നും ചെയ്യാൻ ബാക്കി വെക്കൂല, എല്ലാം അങ്ങ് ചേട്ടൻ ചെയ്ത് കളയുമെന്നതുപോലെ BJP ഇപ്പൊ CPM-നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ചേട്ടൻ ബാവ അനിയൻ ബാവയും കളിക്കുന്ന രണ്ടു കൂട്ടരും കൂടി. ശരി, ഓക്കെ. ശ്രീ ശങ്കു, നമ്മൾ ഈ മാറാട് ചരിത്രം, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവ മാറ്റിവെച്ച് വർത്തമാനത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ പല തെരഞ്ഞെടുപ്പുകളിലും ഈ സാമുദായികത വിഷയമായിട്ടുണ്ട്. 1987 തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഞങ്ങൾ എല്ലാ വർഗീയ ശക്തികളിൽ നിന്നും അകലം പാലിച്ച് ശുദ്ധമായ മതേതര മുന്നണിയായി മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാണ് മത്സരത്തിനിറങ്ങിയത്. അന്ന് ഭൂരിപക്ഷ വികാരം ആ ഇടതുമുന്നണിക്ക് അനുകൂലമായിരുന്നു. 2011 പല തെരഞ്ഞെടുപ്പുകളിലും പലതരത്തിലുള്ള പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ BJP എന്ന് പറയുന്നത് മിനിമം 14% വോട്ടുള്ള ഒരു ഫോഴ്സായിട്ട് അവിടെ നിൽക്കുമ്പോൾ അതേ രാഷ്ട്രീയ പരീക്ഷണം വിജയം കാണാനുള്ള സാധ്യതയില്ല എന്നിരിക്കെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലൈൻ വരുന്നത്? ഈ കാര്യത്തിൽ BJP-യെ സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടോ? ഇതിൽ എവിടെ പിടിക്കണം, ആരെ പിന്തുണയ്ക്കണം? CPM പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഉള്ള വോട്ട് ചോർന്ന് അവരിലേക്ക് പോകുമോ തുടങ്ങിയ ആശങ്ക BJP-ക്കും ആകാവുന്നതാണ്. നോക്കൂ, BJP-ക്ക് ഈ കാര്യത്തിൽ അങ്ങനെ യാതൊരു ആശങ്കയില്ല. CPM ഈ കാര്യം ഉന്നയിക്കുന്നതിൽ ആത്മാർത്ഥ കുറവിനെ സംബന്ധിച്ചിട്ടാണ്. അവർക്കത് പറയാനുള്ള ധാർമ്മികാധികാരം ഇല്ലായ്മയെ പറ്റിയാണ് ഞാൻ എൻ്റെ ആദ്യ ഊഴത്തിലും പറഞ്ഞത്. അത് കേരളത്തിന്റെ പ്രബുദ്ധമായിട്ടുള്ള പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച ബോധ്യം. ഇവിടെ പക്ഷേ ശിവമീരൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട പോകാൻ കഴിയില്ല. CPM-ഉം BJP-യും കൂടി ചേട്ടൻ ബാവ അനിയൻ ബാവ കളിക്കരുത് എന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. നിങ്ങൾ ആദ്യം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ചേട്ടൻ ബാവ അനിയൻ ബാവ കളി നിർത്തണമെന്നാണ് എനിക്ക് ലീഗിനോട് പറയാനുള്ളത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തോടോ അവർ നടത്തിയുള്ള കലാപങ്ങളോടോ ഞങ്ങൾക്ക് യാതൊരു പങ്കാളിത്തമില്ല, അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് പറയുകയും എന്നാൽ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ചെയ്ത കാര്യത്തിൽ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിക്ക് എന്താണ് പങ്ക് എന്ന് ചോദിച്ചുകൊണ്ട് അവരെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ഏതെങ്കിലും ഹിന്ദു സംഘടന നടത്തുന്ന എല്ലാ ആക്രമണത്തിൻ്റെയും ഉത്തരവാദിത്തം കേരളത്തിലെ BJP മുഴുവനായിട്ട് ഏറ്റെടുക്കണമെന്ന് വാദിക്കുകയും ചെയ്യുന്നു. ഈ പറയുന്നതിൽ ഇരട്ടത്താപ്പിനെ പറ്റി നിങ്ങൾക്ക് യാതൊരു ധാരണയില്ലേ? ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അതേ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പ്രവർത്തിക്കുന്നത്. ഐഡിയോളജിക്കലി ഹിക്കുമത്തി ഇലാഹി എന്ന് പറയുന്ന ഇക്കാമുദ്ദീൻ എന്ന് പറയുന്ന അതേ ആശയം, അതായത് ഇസ്ലാമിക് ഐഡിയോളജി, നോൺ ഇസ്ലാമിക് ഐഡിയോളജി, അതിൽ ഇസ്ലാമിക് ഐഡിയോളജിയെ മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ശരിയായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യങ്ങൾ ഭരിക്കപ്പെടേണ്ടത്. ഈ നോൺ ഇസ്ലാമിക് ഐഡിയോളജിയിൽ പെടുന്നതാണ് സെക്യുലറിസം, ഡെമോക്രസി തുടങ്ങിയിട്ടുള്ള എല്ലാ ആശയങ്ങളും. അതുകൊണ്ട് തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഭരണഘടനയെ അംഗീകരിക്കാൻ കഴിയില്ല, ദൈവനിർമ്മിതമായിട്ടുള്ള ഖുറാനെ അംഗീകരിക്കുള്ളൂ. മതേതരത്വം എന്ന് പറയുന്നത് അശ്ലീലമായിട്ടുള്ള സങ്കല്പമാണ്, ജനാധിപത്യം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള സംവിധാനമാണ്. ആ സംവിധാനങ്ങളെ അംഗീകരിക്കുന്നില്ലെന്ന് പറയുന്ന ആശയമാണ് ജമാഅത്തെ ഇസ്ലാമി എല്ലായിടത്തും പുലർത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമി പോലും അവരുടെ ഫൗണ്ടറായിട്ടുള്ള മൗലാന മൗദൂദിയെ തള്ളി പറയുന്നില്ല. എന്നാൽ UDF-ന്റെ നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തല മുതൽ ഷിബു മീരാൻ വരെ ബംഗ്ലാദേശിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തികൾക്ക് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി മറുപടി പറയണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർക്ക് ന്യായീകരണം ചമയ്ക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാവുന്ന എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തല കേരളത്തിലെ RSS-ന്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-നെതിരായിട്ട് ക്യാമ്പയിൻ നടത്തിയിരുന്നത്? UDF ഭരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് RSS ആണ്. രമേശ് ചെന്നിത്തല ആ കാലത്ത് സംഗീത്തല എന്നാണ് വിളിച്ചിരുന്നത്. ആ സംഗീത്തല ക്യാമ്പയിനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടാണ്ടിരിക്കാൻ കാരണമായത്. അപ്പോൾ അത് ഹിന്ദുവിരുദ്ധ പരാമർശമായിരുന്നില്ലേ? UDF ഭരിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര
ഭരിക്കാൻ പോകുന്നത് RSS ആണെന്ന് പറയുന്നത് ഇപ്പോഴത്തെ LDF സർക്കാരിനെതിരെ ഇതേ വാദം പറയുന്നില്ലേ? പിണറായി വിജയനും BJP തമ്മിൽ എന്തോ സഖ്യമുണ്ട്, CJP ആണ് അജിത് കുമാറുമായിട്ട് RSSന്റെ മേധാവി കൂടിക്കാഴ്ച നടത്തിയത്, ആഭ്യന്തര വകുപ്പിലുള്ള RSSന്റെ പിടിപാടാണെന്ന് പറയുന്നത്. അപ്പോൾ അത് ഹിന്ദു വിരുദ്ധ വർത്തമാനമല്ലേ? ജമാഅത്തെ ഇസ്ലാമി കേരളത്തിന്റെ ആഭ്യന്തര കൈയാളെന്ന് പറയുമ്പോൾ മാത്രം അത് മുസ്ലിം വിരുദ്ധമാവുന്നത് എങ്ങനെയാണ്? ഈ കലാപങ്ങളുടെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾ തീരുമാനിക്കുന്നത് എപ്പോഴാണ്? ഈ ചർച്ചയിൽ തന്നെ 1000 വട്ടം ഞാൻ കേട്ടല്ലോ, 23 വർഷം മുൻപ് നടന്ന കലാപം, കഴിഞ്ഞു പോയിട്ടുള്ള ഒരു സംഭവം, ഉണങ്ങി തുടങ്ങിയിട്ടുള്ള മുറിവെന്ന്. ഗുജറാത്ത് കലാപത്തെ പറ്റി പറയേണ്ട ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ നിങ്ങൾ BJP ആക്രമിക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ഗുജറാത്ത് കലാപത്തെ പറ്റി പറയേണ്ട പോയിട്ടുണ്ടോ? 1992 നടന്നിട്ടുള്ള ബാബറി മസ്ജിദ് ഡെമോളിഷനെ പറ്റി ഓർമ്മിപ്പിക്കാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു സംവാദത്തിൽ BJP അഡ്രസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? 34 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള ബാബറി മസ്ജിദ് ഡെമോളിഷൻ ഇപ്പോഴും ലൈവായിട്ടുള്ള രാഷ്ട്രീയ വിഷയമാണ്. 24 വർഷം മുൻപ് നടന്നിട്ടുള്ള ഗുജറാത്ത് കലാപം ഇപ്പോഴും രാഷ്ട്രീയ വിഷയമാണ്. പക്ഷേ 23 കൊല്ലം മുൻപ് കഴിഞ്ഞിട്ടുള്ള മാറാട് കലാപം എന്ന് പറഞ്ഞ് കഴിഞ്ഞു പോയിട്ടുള്ള ചാപ്റ്ററാണ്, ക്ലോസ്ഡ് ചാപ്റ്റർ ആണല്ലേ? ഈ കലാപങ്ങളുടെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾ തീരുമാനിക്കുന്നത് എന്ത് മാനദണ്ഡം കൊണ്ടാണ്? മരിച്ചുപോയിട്ടുള്ള മനുഷ്യരുടെ ജീവനും അവരുടെ ഓർമ്മകൾക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വില ഉണ്ടാവില്ല. നിങ്ങൾ ആദ്യം വലിയ വാചകം പറയുന്നുണ്ടായിരുന്നല്ലോ, തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് മനുഷ്യരുടെ വേദനകൾ ചർച്ച ചെയ്യുന്ന, അവരുടെ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സഭയാണ്. ആ സമയത്ത് വർഗീയത പറയരുതെന്ന് ആരാണ് വർഗീയത പറഞ്ഞത്? എരിയുന്ന വയറിന്റെ തീയല്ല പ്രശ്നം, മതമാണ് 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 പ്രശ്നം. ആ മതത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ആധാരശില എന്ന് പറഞ്ഞത് നിങ്ങളുടെ നേതാവ് KM ഷാജിയാണ്. അയാളെ നിങ്ങൾ തള്ളിപ്പറ. അയാളോട് കഴിഞ്ഞ ദിവസം മൈക്കേണ്ടി പ്രസംഗിച്ചത് എന്താ? ഭരണം പിടിക്കാനോ സദ്ഭരണം നടത്താനോ മനുഷ്യരെ വികസിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല. ഒരു സമുദായത്തിന് കഴിഞ്ഞ 10 വർഷത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവകാശങ്ങൾ തിരിച്ചു പിടിക്കാൻ, ആ സമുദായത്തിന് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭരണം പിടിക്കുന്നതെന്ന് ആ പറഞ്ഞത് വർഗീയ പരാമർശമല്ലേ? അത് നിങ്ങൾ തള്ളിപ്പറ. ഞാനിവിടെ കലാപത്തിൽ മരിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം സ്കോർ ബോർഡ് വായിച്ചു എന്ന് പറഞ്ഞു. കലാപത്തിൽ പങ്കെടുത്തുന്ന ഒരു എൻക്വയറി കമ്മീഷൻ കണ്ടുപിടിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. ആളുകളെ കൊന്നവർക്കില്ലാത്ത കുറ്റം കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം പറഞ്ഞവർക്കില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇവിടെ ഈ പറയുന്ന മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും NDF-ഉം ചേർന്നിട്ടുള്ള ഒരു സഖ്യം കേരളത്തിൽ UDF ഭരണത്തിൽ വന്നാൽ നിർണായകമായിട്ടുള്ള ശക്തിയും സ്വാധീനവും ചെലുത്തുന്നുള്ളത് ഒരു രാഷ്ട്രീയ വിവേകമാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലുള്ള റിസൾട്ട് നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നതാണ്. ഇവിടെ BJP RSSനെയും ഹിന്ദുത്വ വർഗീയതയും പ്രതിരോധിക്കാൻ സാധാരണ എല്ലാ മനുഷ്യർക്കും ബാധ്യതയുണ്ട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിനെയോ NDF-നെയോ പ്രതിരോധിക്കേണ്ട ബാധ്യത മുസ്ലിം പൊതുസമൂഹത്തിന് ഇല്ല എന്ന് പറയുന്ന ലൈൻ അത് വളരെ ഇരട്ടത്താപ്പാണ്. മതേതരത്വം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. നിങ്ങൾ ആദ്യം ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഹുക്കുമത്തിലാഹിനെയും ഇക്കാമദ്ദീനെയും ഒന്ന് വിമർശിക്കുക. നിങ്ങൾ ആദ്യം അവർ നടത്തിയിട്ടുള്ള തീവ്രവാദത്തിനെയും റാസാക്കാർമാരുടെ നേതൃത്വം നടത്തിയിട്ടുള്ള ഉന്മൂലനത്തെയും നിങ്ങളൊന്ന് തള്ളി പറയും. എന്നിട്ടാവാം നിങ്ങൾ മതേതരത്വത്തെ പറ്റി പ്രസംഗിക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ A. സജീവൻ, കേരളത്തിൽ ഒരു വലിയ പാരഡൈം ഷിഫ്റ്റ് സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ രാഷ്ട്രീയ ഭൂമികയിൽ. സാധാരണ നിലയിലെ തെരഞ്ഞെടുപ്പുകളിലെ മുഖ്യ തർക്ക വിഷയം എന്താണ്? ആരാണ് BJP-യെ പ്രതിരോധിക്കുന്നതിലെ ചാമ്പ്യൻ? ആരാണ് സംഘ് പരിവാറിനെ തടഞ്ഞു നിർത്തുന്നതിൽ മുഖ്യ റോൾ വഹിക്കുന്നത്? ആരുടെ BJP വിരുദ്ധതയാണ് ഏറ്റവും ഉത്തമം? ഇതായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ അത് നേരെ മാറിയോ? ഈ തരത്തിൽ ആർക്കാണ് വർഗീയതയുമായി ചർച്ച എന്ന നിലയിലേക്ക് ഒരു മാറ്റം സംഭവിക്കുന്നു? ഇത് എങ്ങനെ കാണണം? തീർച്ചയായിട്ടും നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ നേരത്തെ ഉണ്ടായിരുന്നത് BJP-യുമായിട്ട് ആരാണ് സഖ്യമുണ്ടാക്കുന്നത്? കോലീബി സഖ്യം ആയിരുന്നു. ആ സഖ്യമുണ്ടാക്കിയ കാലം മുതൽ അതിനുശേഷം ഉള്ള രാഷ്ട്രീയ രംഗത്തെ, തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറാറുള്ളത്. അവിടെ നിന്ന് മാറിയിട്ട് ഇത് പൂർണ്ണമായും മറ്റൊരു തരത്തിലേക്ക്, അതായത് BJP ഇപ്പോൾ ഈ സഖ്യത്തിനപ്പുറത്തേക്ക് അവർ സ്വയം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതാണ് ഈ മാറ്റത്തിൻ്റെ പ്രധാന കാരണം. നേരത്തെയൊക്കെ BJP അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം, അല്ലെങ്കിൽ നമ്മൾ പച്ചയ്ക്ക് പറയുന്ന ഒരു വോട്ട് വിൽപ്പന രാഷ്ട്രീയം ഉണ്ടല്ലോ, അതാണ് ഈ ബേപ്പൂരും വടകരയിലൊക്കെ നമ്മൾ പറഞ്ഞത്. ആ രീതിയിൽ പറയുന്ന ഒരു സഖ്യം. BJP-ക്ക് അറിയാം അവർക്ക് 4% 5% ഒക്കെ വോട്ടാണ് പലയിടത്തും ഉണ്ടായിരുന്നത്. ആ സമയത്തുണ്ടായിരുന്ന BJP അല്ല ഇപ്പോൾ. BJP-യുടെ നേതാവായിട്ടുള്ള BJP-യുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ പോലെ ഞങ്ങളും UDF-ഉം തമ്മിലാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവർ പറയുന്ന ഒരു വീമ്പിളക്കലായിട്ട് പോലും നമുക്ക് പറയാം. എന്നാൽ പോലും ഏതാണ്ട് അവർക്കൊരു ആത്മവിശ്വാസം ചെറിയ രൂപത്തിലെങ്കിലും ഞങ്ങൾ ചില സ്ഥലങ്ങളിലെങ്കിലും ജയിക്കുമെന്നുള്ള ഒരു തോന്നലുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് അറിയാവുന്ന പോലെ 19 മണ്ഡലങ്ങളിൽ അവർ നല്ല ശതമാനത്തിലും 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ നിൽക്കുന്ന പാർട്ടിയാണ്. കഴിഞ്ഞ അവിടെ ശ്രീ സജീവൻ ഈ പറഞ്ഞ 19 മണ്ഡലങ്ങളുണ്ടല്ലോ, അതായത് BJP 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ നിൽക്കുന്ന 19 മണ്ഡലങ്ങൾ, അതിൽ 14ലും വിന്നറായി ഇപ്പോൾ നിൽക്കുന്നത് LDF ആണ്. അപ്പോൾ LDF ശ്രമിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ്. LDF-നെ സംബന്ധിച്ച് BJP-യെ പ്രതിരോധിക്കുക എന്നുള്ളത് ഏതർത്ഥത്തിലാണ്? ന്യൂനപക്ഷ വോട്ട് വാങ്ങിക്കുക എന്നുള്ളതിനപ്പുറത്ത് BJP-യിലേക്ക് പോയ ഭൂരിപക്ഷ വോട്ടുകൾ ഞങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാണോ അവർ?
അല്ല, അതാണ് അവർക്ക് പറ്റിയിട്ട് ഏറ്റവും വലിയ അബദ്ധമായിട്ട് ഞാൻ കാണുന്നത്. കാരണം 2021 അവർ കൃത്യമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഈ സുന്നി ജമാഅത്തെ ഇസ്ലാമിയോടും NDF-നോടും കടുത്ത വിരോധമുള്ള സുന്നികളെ അവരെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാവുന്ന ചില തന്ത്രങ്ങൾ എടുത്തിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമർ ഫൈസിയെ പോലുള്ള ആളുകൾ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ട് മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ടാണ് ഈ നേട്ടം ഉണ്ടാക്കിയത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടു പോകും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇത്തരം നിലപാടുകൾ എടുക്കുമ്പോണ്ടാവുന്ന ഒരു പ്രശ്നം. രണ്ടാമത്തെ അല്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തനി വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പ്രകീർത്തിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അദ്ദേഹത്തെ ഒപ്പം കൂട്ടുന്നപ്പോൾ കാറിൽ അദ്ദേഹത്തെ കൂട്ടിയതിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. കാരണം ഒരാളെ കാറിൽ കൂട്ടിയെന്ന് പറയുന്നത് വലിയ പ്രശ്നമില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഉത്തമ ശിഷ്യനാണ് എന്ന രൂപത്തിലൊക്കെ CPM-ൻ്റെ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രശ്നമുണ്ട്. അദ്ദേഹം വർഗീയത മാത്രം, അദ്ദേഹത്തിൻ്റെ മഞ്ചേരി പ്രസംഗം നമുക്കറിയാം, തനി വർഗീയതയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. അതിനുശേഷമാണ് ഈ പ്രകീർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന എന്ത് തരത്തിലുള്ള തിരിച്ചടിയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം അതിന് പകരം ഞാനതുകൊണ്ട് നേരത്തെ പറഞ്ഞു 2021 സ്ട്രാറ്റജി, അവിടെ 21 സ്ട്രാറ്റജി എന്ന് പറയുന്നത് മതനിരപേക്ഷതയാണ്. CPM LDF-ൻ്റെ മുഖമുദ്ര അത് കുറേ കാലമായിട്ട് അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ആ മതനിരപേക്ഷതയോടൊപ്പം അതേ ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണം കൂടി ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന രീതിയിൽ ഉള്ളൊരു ഒരു രീതി ചായ്വുണ്ടാക്കാൻ, അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. ആ നേട്ടം അവർക്കുണ്ടായി. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഈ ഇല്ലാത്ത ഒരു ശക്തിയുമല്ലാത്ത മുസ്ലിം സംഘടനകളിൽ കാര്യമായ ഒരു ശക്തിയുമില്ലാത്ത ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരെ പർവ്വതീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നം അവർ വളരും, അവരാണ് ശരിയെന്ന് ഒരു വിഭാഗം മുസ്ലിങ്ങൾക്കെങ്കിലും തോന്നും. അങ്ങനെ ഉണ്ടാവുന്നൊരു പ്രശ്നമുണ്ട്. ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അത് തിരിച്ചടിയായിട്ട് മാറും. സ്വാഭാവികമായിട്ടും അതിന് പകരം തങ്ങൾ മതനിരപേക്ഷ പാർട്ടിയാണ് എന്നും ഈ ന്യൂനപക്ഷത്തിന് പിന്തുണയ്ക്കാവുന്ന പാർട്ടിയാണ് എന്നുമുള്ള തോന്നൽ 21 അതേ നിലപാടാണ് എടുക്കേണ്ടത്. അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും LDF-ന് രക്ഷയുണ്ട്. ശരി, ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വേണം. ശ്രീ P. ജയരാജൻ, ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിക്കുക എന്ന നിലയിൽ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ടാക്കുക, അതേ സമയത്ത് അത് ഭൂരിപക്ഷ ഏകീകരണത്തിന് വഴിവെക്കും എന്ന് പ്രതീക്ഷിക്കുക, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലൈനുണ്ട്. ഇവിടെ ശ്രീ സജീവൻ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ടല്ലോ. മതനിരപേക്ഷത മുന്നോട്ട് വെച്ച് എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ച് ഇൻക്ലൂസീവായി മതനിരപേക്ഷമായ രാഷ്ട്രീയ പോരാട്ടം നടത്തിയ പാരമ്പര്യം 2021 അദ്ദേഹം ഉദ്ധരിച്ചത്. എന്തുകൊണ്ടാണ് ആ ഒരു ലൈൻ സ്വീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ആവർത്തിച്ച് പിന്തുണയ്ക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ വളരെ വർഗീയമായ പരാമർശങ്ങൾ നടത്തിയിട്ടും അത് ലീഗിനെതിരെ പറഞ്ഞതാണ്. അദ്ദേഹം പത്തരമാറ്റ് മതേതരവാദിയാണ് എന്ന് പിണറായി വിജയനും MV ഗോവിന്ദനും ആവർത്തിച്ച് പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ എന്തിനാണ് CPM-ന് വോട്ട് ചെയ്യേണ്ടത്? ഇവിടെ അഭിലാഷേ, ഈ വെള്ളാപ്പള്ളി SNDP-യുടെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടാവും. പക്ഷേ ആ എല്ലാ അഭിപ്രായങ്ങളോടും CPM-ന് യോജിപ്പില്ല. വെള്ളാപ്പള്ളിയുടെ മഞ്ചേരി പ്രസ്താവന സംബന്ധിച്ച് CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പ്രസ്താവന പുറപ്പെടുവിച്ചത് ഈ സമൂഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേറെ ചില ഉദ്ദേശമുണ്ട് ഈ വെള്ളാപ്പള്ളിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നത്. വെള്ളാപ്പള്ളിയുടെ നിലപാടിനോട് ചില കാര്യത്തിലുള്ള വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. CPI പറ്റി അദ്ദേഹം ഒരു വിമർശനം ഉന്നയിച്ചു, ഞങ്ങൾക്ക് യോജിപ്പില്ലാതെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഇവിടെ സജീവൻ പറഞ്ഞിട്ടുള്ള ഒരു വിഷയത്തോട് വിയോജിപ്പുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ചെറിയൊരു സംഘടന മാത്രമാണ്, അതിനെ പർവ്വതീകരിക്കുന്നു CPIM. അവരെ ഇങ്ങനെ പർവ്വതീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ശുദ്ധമായിട്ടുള്ള പാലിൽ ഒരു തുള്ളി വിഷം മതി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലീഗിന് മുസ്ലിം സമൂഹത്തിൽ ചെലുത്താൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ രാഷ്ട്രീയ സ്വാധീനം ചെലുത്താൻ ഉള്ള സംവിധാനമുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഞാൻ ചോദിക്കുകയാണ്, മാധ്യമം പത്രം മുസ്ലിം ലീഗുകാരുടെ വീടുകളിലാണ് കുറേ കാണാൻ വേണ്ടി കഴിയുക. മീഡിയ 1 ആ ചാനൽ മുസ്ലിം സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനമുണ്ട്. അപ്പോൾ അവർ എണ്ണത്തിൽ ചുരുക്കമാണെങ്കിലും കേഡർമാരുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് മുസ്ലിം സമൂഹത്തെ അതിവേഗം വഴിതെറ്റിക്കാനാവും. അതിനുള്ള സംഘടനാ സംവിധാനം അതിനുണ്ട്. അതിനുള്ള മർമറിംഗ് ക്യാമ്പയിൻ, കുശുകുശുപ്പ് പ്രചരണം മുസ്ലിം കുടുംബങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. അപ്പോൾ
സുന്നി പണ്ഡിതനായിട്ടുള്ള ഒരാളുടെ അഭിമുഖ സംഭാഷണം കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിൽ ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇതേ നിലക്ക് പോവുകയാണെങ്കിൽ ലീഗിനെ അവർ ഒഴുകുമെന്നാണ്. ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്രവാദികളൊന്നുമല്ല, സാമുദായിക രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീയതയുമായി വിട്ടുവീഴ്ച ചെയ്യുന്നു. ഇവിടെ കോലീബി സഖ്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഷിബു മീരാൻ ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ. KG മാരാരുടെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ പാഴായ പരീക്ഷണം എന്നുള്ളൊരു അധ്യായമുണ്ട്. അതിൽ ലീഗ് നേതാക്കന്മാരും RSS നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും കൂടിയാലോചിച്ചത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ചരിത്ര വസ്തുതയാണത്, നിഷേധിക്കാനാവുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് RSSന്റെ ഭീഷണിക്കെതിരായിട്ട് ശക്തമായി പറഞ്ഞിട്ടുള്ള CPIM ഇപ്പോൾ മുസ്ലിം സമൂഹത്തെ വഴിതെറ്റിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുന്നതിന് ഇപ്പോൾ കാലിക പ്രസക്തിയുണ്ട്. കാരണം രാഷ്ട്രീയമെന്ന് പറയുന്നത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയെപ്പോലെയാണ്. ഇന്നുള്ള കാര്യമല്ല 10 വർഷം മുമ്പേ ഉണ്ടായിട്ടുള്ളത്. ഇന്നുള്ള കാര്യം നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി കൃത്യമായിട്ട് മുസ്ലിം സമൂഹത്തെ വഴിതെറ്റിക്കുന്നു. മുസ്ലിം സമൂഹത്തെ ജമാഅത്തവൽക്കരിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നു. അതിനെതിരായിട്ടുള്ള പ്രതിരോധം CPM സൃഷ്ടിക്കുന്നു. CPMന് മുസ്ലിം വിരുദ്ധമോ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള നിലപാടില്ല. എല്ലാ വിശ്വാസികളെയും ഒത്തുചേർക്കാനും വർഗീയതക്കെതിരായിട്ട് വിശ്വാസികളെ അടക്കം അണിനിരത്താനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പർവ്വതീകരിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നില്ല. അവർ നടത്തുന്ന പ്രവർത്തനത്തെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയനെ സംഖ്യയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് വർഗീയമായിട്ടുള്ള ഉദ്ദേശം തന്നെയാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയക്കാർക്കുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാറാടിൻ്റെ കാര്യം, പഴയ തലശ്ശേരിയുടെ കാര്യം, കാസർഗോഡിന്റെ കാര്യം എല്ലാം ഓർമ്മിപ്പിക്കേണ്ടി വരും. കാരണം അതായിരുന്നു UDF ഭരണകാലത്ത് കേരളത്തിൽ ഉണ്ടായത്. 9.5 വർഷമായിട്ട് കേരളത്തിൽ സൗഹാർദ്ദം ശക്തമായിട്ട് നിലനിൽക്കുന്നു. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം CPM-നുണ്ട്. ശരി ശ്രീ ഷിബു മീരാൻ, ജമാഅത്തെ ഇസ്ലാമിയെ CPM മാത്രമല്ല വിമർശിക്കുന്നത്, സുന്നി സമൂഹത്തിൽ 2 സംഘടനകളുടെയും ഭാഗത്തു നിന്ന് അവരുടെ മുഖമാസികകൾ റിസാലയും സത്യധാരയും ഒക്കെ നിരന്തരമായി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സുപ്രഭാതവും സിറാജും ഒക്കെ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ധൃതരാഷ്ട്രാലിംഗനത്തിന് വഴങ്ങരുത് എന്നുള്ള കാര്യം. അത് ഇപ്പോൾ ആദർശപരമായി 2 ചേരിയിൽ നിൽക്കുന്നവർ എന്നുള്ളതിനപ്പുറത്ത് പൊളിറ്റിക്കലായ മാനം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു കൊടുക്കൽ വാങ്ങൽ നടത്തുന്നത് ആത്യന്തികമായി UDF-ന് ഗുണം ചെയ്യുമോ? അല്ല, ഞങ്ങൾ കാലങ്ങളായി പിന്തുണയ്ക്കുന്ന സംഘടനകളെ ഈ പറയുന്ന ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ന്യായാന്യായങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള സിസ്റ്റം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് ബോധ്യപ്പെടുത്തിക്കോളാം. ജയരാജ് സഖാവ് വല്ലാതെ വിഷമിക്കണം എന്നില്ല. അദ്ദേഹം ഈ സുന്നി സംഘടനകൾക്ക് നിങ്ങളിപ്പോൾ ഈ കളിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ന്യായാന്യായങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ മതിയാവും. ബംഗ്ലാദേശ് ലീഗിന് നിലപാടില്ലെന്ന് വെറുതെ തോന്നുകയാണ് ഇവിടെ BJP പ്രതിനിധിക്ക്. ഞങ്ങൾ അതിനെതിരെ പ്രമേയം പാസാക്കി കോഴിക്കോട് പട്ടണത്തിൽ ഞങ്ങൾ പ്രകടനം നടത്തിയിട്ടുണ്ട്. ആ പ്രകടനം നടന്ന ദിവസം ആകപ്പാടെ യുവമോർച്ചയുടെ ഒരു പ്രകടനം, ബജ്രംഗദളിന്റെ ഒറ്റൊരു പ്രകടനം രാജ്യത്ത് നടന്നുള്ളൂ. മറ്റേ ഈ ഛത്തീസ്ഗഡിൽ ആ ക്രൈസ്തവ അവരെ ആക്രമിച്ച ജയിലിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങിയപ്പോൾ അവരെ തലയിലേറ്റ് നടത്തിയ പ്രകടനമാണ് നിങ്ങളുടെ പ്രകടനം. ഞങ്ങൾ ലോകത്തെവിടെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ, അത് പാകിസ്ഥാനിലെ ഹിന്ദു കമ്മ്യൂണിറ്റി ആവട്ടെ ബംഗ്ലാദേശിലെ ഹിന്ദു കമ്മ്യൂണിറ്റി ആവട്ടെ, അരനാഴിക നേരം ആലോചിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. കാരണം അത് പ്രതികരിക്കുക എന്നത് ഇന്ത്യയിലെ മുസ്ലിം മൈനോറിറ്റിയുടെ മറ്റു മൈനോറിറ്റികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള ഞങ്ങളുടെ അവകാശത്തിന്റെ മുൻവാദിയായി തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ. 1000 കാലത്തിന്റെ വ്യത്യാസം അക്കാര്യത്തിൽ നമ്മളും നിങ്ങളും തമ്മിലുണ്ട് എന്ന് ബോധ്യപ്പെട്ട് പോവുക. പിന്നെ ജയരാജ് സഖാവ് പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ജമാഅത്തെ ഇസ്ലാമി പുഴ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ സാഹചര്യം. സഖാവേ, ഇന്നത്തെ ഈ രാജ്യത്ത് ഇത്രമേൽ വലിയ വെല്ലുവിളികൾ നമ്മൾ നേരിടുന്ന കാലത്ത് ആവർത്തിച്ച് ഈ ചർച്ചയിൽ ഉടനീളം ഈ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് താങ്കൾ പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് RSSനോട് മൗനം പാലിക്കുന്നു എന്ന ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. 100 വർഷം പൂർത്തിയാക്കാൻ പോവല്ലേ സഖാവ് ജയരാജൻ? അവരുടെ ടാർജറ്റ് ഇയറിൽ ഇത് ഈ രാജ്യത്തോട് പക്ഷെ അവർ സമ്പൂർണ്ണമായും ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റുമോ? താങ്കൾ ഒരു മതനിരപേക്ഷവാദിയാണെങ്കിൽ താങ്കളുടെ മുന്നിലില്ല. അത് മറന്നിട്ട് വടിയെടുത്ത് ജമാഅത്തിന്റെ പുറകെ പോകുന്നു. 2 വാചകത്തിൽ ശ്രീ പി ജയരാജൻ ഒരു മറുപടി പറയാൻ പറ്റുമോ? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ അടിക്കുന്നു, അടിച്ചോളൂ, അതേസമയം RSSനെ ഓങ്ങുന്നു പോലുമില്ലേ? ഒന്ന്, കേരളീയ പശ്ചാത്തലത്തിലാണല്ലോ നമ്മുടെ ഈ ചർച്ച നടത്തുന്ന അഭിലാഷ്. കേരളീയ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ ഈ RSS കേരളീയ സമൂഹത്തിൽ നുഴഞ്ഞു കയറാൻ വേണ്ടി നടത്തിയ പരിശ്രമത്തെ പ്രതിരോധിച്ച പ്രസ്ഥാനം ഏതാണ്? മുസ്ലിം ലീഗാണോ? കോൺഗ്രസ് ആണോ? ജമാഅത്തെ ഇസ്ലാമിയാണോ? CPM ആണ്. ഞങ്ങളുടെ 215 സഖാക്കളുടെ ജീവാർപ്പണത്തിലൂടെ RSSന്റെ ആക്രമത്തെ ചെറുത്തുകൊണ്ട്
ഈ മതനിരപേക്ഷ സമൂഹത്തെ നിലനിർത്താൻ വേണ്ടി ജീവത്യാഗം ചെയ്ത പാർട്ടിയാണ് CPIM. ആ പാർട്ടിക്ക് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുത്വ വർഗീയതക്ക് RSS സംഘപരിവാരത്തിന് പഞ്ചാര പായസം കുടിച്ച അനുഭവം ഉണ്ടാക്കുന്ന നിലയിൽ ലീഗിന്റെ നേതൃത്വത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലും മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതിനെയും ഞങ്ങൾ എതിർക്കും. നടത്തിയിട്ടുള്ള പാർട്ടിയാണ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന 4 മാസത്തിനുള്ളിൽ നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇതായിരിക്കുമോ മുഖ്യ അജണ്ട, അതോ കുറെ കൂടി ജനങ്ങളുമായി നേരിട്ടുള്ള ബന്ധമുള്ള വിഷയങ്ങളിലേക്ക് മാറുമോ? കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ പി ജയരാജൻ, ശ്രീ ഷിബു മീരാൻ, ശ്രീ ശങ്കുട്ടിദാസ്, ശ്രീ എ സജീവൻ. ചർച്ചയിൽ പങ്കെടുത്തതിന് സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.